നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. 33 വയസ്സിനിടെ 5 കൊലക്കേസുകൾ. വേഷം മാറി നടക്കുന്നതിൽ വിദഗ്ധൻ. തമിഴ്നാട് തെങ്കാശി സ്വദേശി ബാലമുരുകൻ കേരളത്തിലും തമിഴ്നാട്ടിലും കൊലപാതകം, മോഷണം ഉൾപ്പെടെ 53 കേസുകളിൽ പ്രതിയാണ്. വർഷങ്ങളോളം ഗുണ്ടാ തലവനായി ജീവിച്ചു. തമിഴ്നാട്ടിൽ പോലീസ് അന്വേഷണം ശക്തമാക്കിയതോടെയാണ് കേരളത്തിലേക്ക് കടന്നത്. അതിനിടെ ഇവിടെ വെച്ച് ജയിലിലാവുകയും ഇവിടെ വെച്ച് പിടിയിലാവുകയും വിയൂർ ജയിലിൽ അതീവ സുരക്ഷാ ജയിലിൽ തടവുകാരനാവുകയും ചെയ്തു. ഏറ്റവും ഒടുവിൽ വിയൂർ ജയിലിലെ തടവുകാരനായ ബാലമുരുകൻ തമിഴ്നാട് പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്നും ചാടിപ്പോയെന്ന വാർത്തയാണ് രാവിലെ പുറത്തു വന്നത്. ഭക്ഷണം കഴിക്കാൻ വിലങ്ങഴിച്ചപ്പോൾ രക്ഷപ്പെട്ടെന്നാണ് തമിഴ്നാട് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ബാലമുരുകന് പോലീസ് കസ്റ്റഡിയിൽ നിന്നും ചാടിപ്പോയതിൽ തമിഴ്നാട് പോലീസ് ഉദ്യോഗസ്ഥരുടെ മൊഴിയിൽ ചില അവ്യക്തതയുണ്ട്. യഥാർത്ഥത്തിൽ തമിഴ്നാട് പോലീസിന്റെ ഒത്താശയോടുകൂടിയാണോ ബാലമുരുകൻ ചാടിപ്പോയത്? ഇയാളെ രക്ഷപ്പെടാൻ തമിഴ്നാട് പോലീസ് ഉദ്യോഗസ്ഥർ സഹായിച്ചോ? സ്പോട്ട് ലൈവ് ആദ്യം പരിശോധിക്കുന്നത് ഈ വിഷയമാണ്. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ആജ്ഞ, തമിഴ്നാട് പോലീസ് ഉദ്യോഗസ്ഥരുടെ മൊഴികളിൽ ചില വ്യക്തത കുറവുണ്ട്, ചില വൈരുദ്ധ്യങ്ങളുണ്ട്. യഥാർത്ഥത്തിൽ ബാലമുരുകൻ കൊടും കുറ്റവാളിയാണ്, കുപ്രസിദ്ധ ഗുണ്ടാ തലവനാണ്. ഇയാളെ രക്ഷപ്പെടാൻ തമിഴ്നാട് പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും വഴിവിട്ട ഇടപെടലുകൾ ഉണ്ടായോ? സഹായം നൽകിയിട്ടുണ്ടോ അവർ? എന്താണ് പോലീസ് നൽകുന്ന, കേരള പോലീസ് നൽകുന്ന വിവരം? ടോം, ഇതുമായി ബന്ധപ്പെട്ട് ബാലമുരുകനെ ഇന്നലെ വൈകിട്ട് 9:45 കൂടിയാണ് വിയൂർ ജയിലിലേക്ക് തിരിച്ചെത്തിക്കാമെന്ന് തമിഴ്നാട് പോലീസ് നേരത്തെ അറിയിച്ചിരുന്നത്. അങ്ങനെയാണ്. എന്തായാലും കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഇതുമായി ബന്ധപ്പെട്ട്, അതായത് തമിഴ്നാട് പോലീസ് ബാലമുരുകനെ മറ്റൊരു കേസിൽ കസ്റ്റഡിയിൽ വാങ്ങിയ സാഹചര്യം ഉണ്ടായത്. അങ്ങനെയാണ്. ആ ഒരു ആവശ്യം കഴിഞ്ഞ ശേഷം ഇന്നലെ വൈകുന്നേരം 9:45 കൂടി തിരിച്ച് വിയൂരിലെത്തിക്കാനുള്ള നീക്കത്തിലായിരുന്നു പോലീസ്. ആ ഒരു സാഹചര്യത്തിലാണ് ഈ ബാലമുരുകൻ ചാടിപ്പോകുന്ന ഒരു അവസ്ഥയുണ്ടായത്. എന്തായാലും ആലത്തൂർ വെച്ച് ഭക്ഷണം വാങ്ങി കഴിച്ച ശേഷം ഈ വിലങ്ങ് അണിയിച്ചിരുന്നില്ല, കൈവിലങ്ങ് അണിയിച്ചിരുന്നില്ല എന്നാണ് ലഭിക്കുന്ന വിവരം. അത് മാത്രമല്ല, അതായത് വിയൂർ ജയിലിന് സമീപത്തെത്തിയ ശേഷമാണ് മൂത്രമൊഴിക്കണം എന്ന് ആവശ്യപ്പെടുകയും ഒരു പോലീസുകാരനാണ് ഈ കൈവിലങ്ങ് ഇല്ലാതിരുന്ന ബാലമുരുകനൊപ്പം കൂട്ടിന് പോയത് എന്നാണ്. അതേ സമയത്ത് തന്നെ ഈ ജയിലിലെ വളപ്പിലേക്ക് എടുത്തു ചാടുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. പിന്നീടും അത് തമിഴ്നാട് പോലീസ് നൽകിയ വിശദീകരണം പോരാ എന്ന് തോന്നുന്ന ഒരു സാഹചര്യത്തിൽ കേരള പോലീസ് ഈ തമിഴ്നാട് പോലീസ് വന്നിട്ടുള്ള CCTV ദൃശ്യങ്ങളും അല്ലെങ്കിൽ ബാലമുരുകനെ കൊണ്ടുവന്നിട്ടുള്ള സാഹചര്യങ്ങൾ എങ്ങനെയാണ് എന്ന് പരിശോധിച്ചു വരികയാണ്. ഇതിനിടെ ബാലമുരുകന്റെ ഒരു ചെരുപ്പ് ജയിൽ വളപ്പിനുള്ളിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. അത് തെളിവ് ഉണ്ടാക്കാൻ വേണ്ടിയ ഒരു സാഹചര്യം ഉണ്ടാക്കിയതാണോ അതോ ബാലമുരുകൻ ഉള്ളിൽ തന്നെ ഉണ്ട് എന്നുള്ള തെളിവാണോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. എന്തായാലും ചെരുപ്പ് അതിനുള്ളിലുള്ളത് കൊണ്ട് ബാലമുരുകൻ അതിനുള്ളിൽ ഉണ്ടാകാമെന്നൊരു ഊഹം കൂടിയുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഡോഗ് സ്ക്വാഡിനെ ഉൾപ്പെടുത്തിയാണ് സംഘം തെരച്ചിൽ നടത്തുന്നത്. എന്തായാലും ഈ കുപ്രസിദ്ധ ഗുണ്ടാ തലവനാണ്. കൊലപാതക കുറ്റം ഉൾപ്പെടെ 54 കേസുകളാണ് ഈ ബാലമുരുകന്റെ പേരിലുള്ളത്. കഴിഞ്ഞ 6 വർഷമായിട്ട് ബാലമുരുകൻ ഈ വിയൂർ ജയിലിൽ തന്നെയുണ്ട്. അതായത് വിയൂർ ജയിലിന്റെ മുക്കുമൂലയും ഒക്കെ അറിയാവുന്ന ഒരാളാണ്. നേരത്തെയും ഇത്തരം ഒരു ചാടിപ്പോക്ക് നടന്നിട്ടുണ്ട്. അപ്പോഴും ഇത്തരത്തിൽ ബാലമുരുകന് സഹായം ലഭിച്ചിരുന്നു എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയുള്ള ഒരു പ്രതിയെ കൊണ്ടുവരുമ്പോൾ പാലിക്കേണ്ടുന്ന സുരക്ഷാ മാനദണ്ഡങ്ങളൊന്നും സൂചിപ്പിച്ചതുപോലെ നേരത്തെയും ഇയാൾ ജയിൽ ചാടിയിരുന്നു. ഇവിടെ ഈ തമിഴ്നാട് പോലീസ് സംഘം സഞ്ചരിച്ചിരുന്ന കാറിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിക്കുന്നുണ്ട്. ബാലമുരുകന് ഈ ആലത്തൂരിൽ നിന്ന് ഭക്ഷണം വാങ്ങിക്കൊടുത്ത ശേഷം കൈവിലങ്ങ് ഇട്ടിരുന്നില്ലെന്നാണ് തമിഴ്നാട് പോലീസ് ഉദ്യോഗസ്ഥർ വിയൂർ പോലീസിന് നൽകിയ മൊഴി. അതായത് ഇത്രയും ഒരു കൊടും കുറ്റവാളിയാണ്, 5 കൊലക്കേസിൽ പ്രതിയാണ്, 53ഓളം കേസുകൾ പ്രതിയായിട്ടുള്ള ഒരു കൊടും കുറ്റവാളിക്ക് ഈ രീതിയിൽ എന്തിനാണ് കൈവിലങ്ങ് അവർ അഴിച്ചത് തുടങ്ങിയ കാര്യം പരിശോധിക്കണം. വഴിവിട്ട ഇടപെടലുകൾ നടന്നിട്ടുണ്ടോ? ഈ CCTV ദൃശ്യങ്ങളിൽ നിന്നും എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? അതിന്റെ CCTV ദൃശ്യങ്ങളുടെ പൂർണ്ണ വിവരങ്ങൾ എന്തായാലും കേരള പോലീസ് പുറത്തുവിട്ടിട്ടില്ല. ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ തമിഴ്നാട് പോലീസ് ആലത്തൂരെത്തി ഈ ബാലമുരുകന് ഭക്ഷണം വാങ്ങിക്കൊടുക്കുന്ന സാഹചര്യത്തിലാണ് കൈവിലങ്ങ് അഴിച്ചു മാറ്റിയിരുന്നത്. അതിനുശേഷം കൈവിലങ്ങ് ഇട്ടിരുന്നില്ല എന്ന് തന്നെയാണ് മൊഴി തമിഴ്നാട് പോലീസ് കേരള പോലീസിന് നൽകിയിരുന്ന മൊഴി. അങ്ങനെയാണ് ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു കൊടും ക്രിമിനലിനെ ഇത്തരം കൈവിലങ്ങ്, അതും പ്രത്യേകിച്ച് നേരത്തെ ചാടിപ്പോയ ഹിസ്റ്ററിയുള്ള ആളാണ്,
ഈ വിയൂർ ജയിലിന്റെ ഓരോ മുക്കും മൂലയും അറിയാവുന്ന ആളാണ്. നേരത്തെ ഇദ്ദേഹത്തിന് ചാടിപ്പോകാൻ ഇത്തരത്തിൽ ഒത്താശ ചെയ്തു കൊടുക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ടോ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിൽ ഏത് സമയം ചാടിപ്പോകാൻ സാധ്യതയുള്ള ഒരു കൊലപാതക കുറ്റം ഉൾപ്പെടെയുള്ള കേസുകൾ ചാർജ് ചെയ്യപ്പെട്ടുള്ള ഒരു വലിയ ഒരു കുറ്റവാളി അയാളെ എങ്ങനെയാണ് ഇങ്ങനെ കൈവിലങ്ങ് അണിയിക്കാതെ തിരിച്ച് ജയിലിലേക്ക് കൊണ്ടുവരുന്ന ഒരു സാഹചര്യം ഉള്ളത്? ആലത്തൂരിനും വിയൂരിലേക്ക് നല്ല ദൂരമുണ്ട്, ചെറിയ ദൂരമല്ല. അപ്പോൾ ഈ ഒരു ദൂരത്ത് ഇതിനിടയിലൊക്കെ, അതായത് ഇയാൾ കൈവിലങ്ങില്ലാതെയാണ് ഈ ദൂരമൊക്കെ അയാൾ യാത്ര ചെയ്തത്. അങ്ങനെയാണ് ഇതിനിടയിലും ചാടിപ്പോക്കുള്ള സാധ്യതയുണ്ടായിരുന്നു. അത് കൃത്യമായി ഓപ്പറേറ്റ് ചെയ്തതാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് വിയൂർ ജയിലിന്റെ അടുത്തെത്തുമ്പോൾ ഇയാൾക്ക് മൂത്രമൊഴിക്കണം എന്ന് പറയുന്നൊരു സ്ഥലത്ത് ജയിലിലേക്ക് കയറാൻ കുറച്ച് സമയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ പറഞ്ഞ ആവശ്യമായിരുന്നെങ്കിൽ അത് ജയിലിനകത്ത് എത്തിച്ചിട്ടും ആകാമായിരുന്നു. അപ്പോഴും വിയൂരിന്റെ ജയിൽ വളപ്പിനുള്ളിലേക്ക് തന്നെയാണ് ഇയാൾ എടുത്ത് ചാടിയതെന്നാണ് പറയുന്നത്. അങ്ങനെ രക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത്. ഈ പറയുന്ന ഒരു സാധ്യത വെച്ച് നോക്കുമ്പോൾ രക്ഷപ്പെടാനുള്ള സാഹചര്യം ബാലമുരുകന് ഒരുക്കി കൊടുത്തതല്ലേ എന്നുള്ള സംശയം ബാക്കി നിൽക്കുന്നുണ്ട്. ആ സംശയം ബാക്കി നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് തമിഴ്നാട് പോലീസ് സഞ്ചരിച്ചിരുന്ന കാർ പോയിരുന്ന വഴികളിലുള്ള CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്, വാഹനത്തിൽ നിന്നുള്ള ദൃശ്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. എന്തായാലും കേരള പോലീസ് തമിഴ്നാട് പോലീസിന്റെ മൊഴി അത്ര സത്യസന്ധമാണ് എന്ന് തോന്നാത്തൊരു സാഹചര്യത്തിലേക്ക്, അത് അത്രയ്ക്ക് മുഖവിലേക്ക് എടുക്കാത്തൊരു സാഹചര്യത്തിലേക്ക് തന്നെയാണ് ഇത് സാഹചര്യം വിരൽ ചൂടുന്നത്. ബാലമുരുകന്റെ ചെരുപ്പ് ഈ പറയുന്ന ജയിൽ വളപ്പിൽ നിന്നും കണ്ടെത്തിയെന്ന് പറയുന്നുണ്ട്. അത് ബാലമുരുകൻ ജയിൽ വളപ്പിന്റെ ഉള്ളിലേക്ക് തന്നെയാണ് ചാടിയതെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി മറ്റാരെങ്കിലും നിക്ഷേപിച്ചതാണോ, അതല്ലെങ്കിൽ ബാലമുരുകൻ അതിനുള്ളിലുണ്ട്? ഈ രണ്ട് സംശയങ്ങൾ ബാക്കിയുണ്ട്. എന്തായാലും ഡോഗ് സ്ക്വാഡ് അടക്കമുള്ള സംഘമാണ് പരിശോധന നടത്തുന്നത്. അതിനുള്ളിലും പരിശോധന നടക്കുന്നുണ്ട്. ബാലമുരുകൻ പോയിരിക്കാവുന്ന അല്ലെങ്കിൽ പ്രതി ചാടി രക്ഷപ്പെടാവുന്ന ഒരു സാഹചര്യത്തിൽ ഏറ്റവും പുതിയ ചിത്രവും ബാലമുരുകന്റെ ഏറ്റവും പുതിയ ചിത്രവും പോലീസ് പുറത്തുവിട്ടിട്ടുണ്ട്. അങ്ങനെ അയാൾ ഈ പറഞ്ഞ പോലെ കൊടും ക്രിമിനലാണ്. തമിഴ്നാട് പോലീസ് ഇവിടെ നിന്നും മടങ്ങിയിട്ടുണ്ടോ, അതോ തമിഴ്നാട് പോലീസ് ഉദ്യോഗസ്ഥരുടെ ആ സമയത്ത് ബാലമുരുകനൊപ്പം ഉണ്ടായിരുന്ന ആ ജീപ്പിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ ഇപ്പോഴും വിയൂരിൽ തന്നെ ഉണ്ടോ? ഇവരുടെ മൊഴി പൂർണ്ണമായി എടുത്ത ശേഷം ഇവരെ തിരിച്ച് പറഞ്ഞുവിടാനുള്ള ഒരു നീക്കമായിരിക്കുമോ ഉണ്ടാവുക? തമിഴ്നാട് പോലീസിന്റെ മൊഴി പൂർണ്ണമായും വിശ്വാസത്തിലല്ലാത്തത് കൊണ്ടാണ് പുനഃപരിശോധിക്കാനുള്ള ഒരു നീക്കം കേരള പോലീസ് എടുത്തിട്ടുള്ളത്. അത് വീണ്ടും അവരുടെ മൊഴി എടുക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ സാഹചര്യത്തിൽ അവരിവിടെ ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അത് തിരിച്ചു പോയിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതായത് നേരത്തെ തമിഴ്നാട് പോലീസ് അറിയിച്ചതനുസരിച്ചിട്ടാണ് ബാലമുരുകൻ ഇങ്ങനെ ജയിൽ വളപ്പിനുള്ളിലേക്ക് തന്നെയാണ് ചാടിയത് എന്നുള്ള ഒരു അനുമാനത്തിൽ പോലീസ് എത്തുന്നത്. പക്ഷേ അതേസമയം ഇത്തരം സാഹചര്യങ്ങൾ, അത് ആലത്തൂർ മുതൽ ഭക്ഷണം കഴിക്കാൻ കൈവിലങ്ങ് അഴിച്ചതു മുതൽ അദ്ദേഹത്തിന് കൈവിലങ്ങില്ല, അതും ജയിൽ വളപ്പിലെത്തിയ അതിൻ്റെ അടുത്തെത്തിയ ശേഷം അദ്ദേഹത്തിന് മൂത്രമൊഴിക്കാനെന്നുള്ള സാഹചര്യത്തിൽ വാഹനം നിർത്തി കൊടുക്കുകയും ഒരു പോലീസുകാരനാണ് ഇത്രയും ക്രിമിനലായിട്ടുള്ള, ഇത്രയും കൊടും കുറ്റവാളിയായിട്ടുള്ള ഒരാളുടെ സുരക്ഷയ്ക്ക് അയാൾ ചാടിപ്പോക്കാതിരിക്കുക ഒരു പോലീസുകാരന് മാത്രമാണ് പുറത്തേക്ക് ഇറങ്ങിയതും. ഇത്തരം സാഹചര്യങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ ഇതിൽ എന്തൊക്കെയോ വൈരുദ്ധ്യങ്ങൾ ഉണ്ട് എന്ന് പോലീസിന് തോന്നുന്ന ഒരു സാഹചര്യത്തിലേക്ക് തന്നെയാണ്. എനിക്ക് തോന്നുന്നു സാധാരണ കേൾക്കുന്ന ഒരാൾക്ക് പോലും അത്തരത്തിലുള്ള എന്തൊക്കെയോ വൈരുദ്ധ്യങ്ങൾ അതിലുണ്ട് എന്ന് തോന്നുന്ന ഒരു സാഹചര്യം തന്നെയാണ് തമിഴ്നാട് പോലീസും വിശദീകരിച്ചിരിക്കുന്നത്. അങ്ങനെയാണ്. അപ്പോൾ അത് വീണ്ടും തീർച്ചയായും ഇതിന്റെ പ്രതിയുടെ ബാലമുരുകന്റെ ചെരുപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇയാളെ അവിടെ നിന്നും വിയൂരിൽ നിന്നും കൂടുതൽ ദൂരേക്ക് പോകാനുള്ള ഒരു സാധ്യതയുണ്ടോ? ഏതെങ്കിലും സമീപത്തുള്ള CCTV ദൃശ്യങ്ങളിൽ നിന്നും പ്രതി കടന്നു പോയ വഴികളിലെ ദൃശ്യങ്ങൾ എന്തെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? തൽക്കാലം അത്തരം ദൃശ്യങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല കേട്ടോ. മാത്രമല്ല പോലീസ് ഇങ്ങനെ ഒരു, അതായത് വിയൂർ ജയിൽ വളപ്പിലേക്ക് ആണ് എടുത്ത് ചാടിയതെന്ന് തമിഴ്നാട് പോലീസ് പറയുകയും ജയിൽ വളപ്പിനുള്ളിൽ നിന്ന് ബാലമുരുകന്റെ ചെരുപ്പ് കണ്ടെത്തുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ജയിൽ വളപ്പിനുള്ളിലെ സെർച്ചിങ് പോലീസ് ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം പുറത്തേക്കുള്ള അന്വേഷണവും ഊർജിതമാക്കിയിട്ടുണ്ട്. പോലീസ് വിവിധ സംഘങ്ങളിലായി വിവിധ ഘട്ടങ്ങളിലായിട്ടും ഈ പുറത്തേക്കുള്ള പരിശോധനയും നടക്കുന്നുണ്ട്. എന്നിരുന്നാലും ഡോഗ് സ്ക്വാഡ് ഉൾപ്പെടെയുള്ള സംഘം ആണ് ഈ പറഞ്ഞതുപോലെ ജയിൽ വളപ്പിനുള്ളിൽ പരിശോധന നടത്തുന്നത്. പ്രത്യേകിച്ചും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബാലമുരുകന്റെ ചെരുപ്പ് കണ്ടെത്തിയ ഒരു സാഹചര്യത്തിൽ അതിൽ പൂർണ്ണമായും കേരള പോലീസ് മൊഴിയെ വിശ്വാസത്തിലെടുത്തല്ല ഈ ബാലമുരുകൻ ജയിൽ വളപ്പിനുള്ളിലേക്ക് ചാടിയെന്നും അതല്ലെങ്കിൽ പ്രത്യേകിച്ചും
നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആലത്തൂരിൽ നിന്ന് വിയ്യൂർ എത്തുന്ന സമയത്ത് മൂത്രമൊഴിക്കണമെന്ന് പറഞ്ഞിട്ട് വിയ്യൂർ ജയിലിന്റെ സമീപത്ത് തന്നെ വണ്ടി നിർത്തി കൊടുക്കുകയും അതിൽ നിന്നും എടുത്ത് ജയിൽ വളപ്പിനുള്ളിലേക്ക് ചാടുന്ന ഒരു സാഹചര്യം, ഒരു പക്ഷേ നേരത്തെ ചാടിയിരുന്ന പ്രതി എന്നുള്ള നിലയിൽ അങ്ങനെ ഒരു സാഹചര്യം, അതായത് ഇയാൾക്ക് രക്ഷപ്പെടാനുള്ള സാഹചര്യം വിയ്യൂർ ജയിലിന്റെ ഏതെങ്കിലും ഭാഗത്തുണ്ടായിരുന്നിരിക്കാം. അത്തരം കാര്യങ്ങൾ കൂടി പോലീസിന് പരിശോധിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ജയിലിൽ കഴിഞ്ഞ 6 വർഷമായി ഉണ്ടായിരുന്ന ആള് എന്നുള്ള നില അതിസുരക്ഷാ ജയിലാണ്. എന്നിരുന്നാലും അവിടെ നിന്ന് തന്നെയാണ് കഴിഞ്ഞ തവണയും അയാൾ രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അത്തരം സാഹചര്യം കൂടി കണക്കിലെടുക്കുമ്പോൾ ഇത്തരം ഇയാൾ ജയിൽ ചാടാൻ തയ്യാറാക്കി വെച്ചിരുന്ന ഏതെങ്കിലും പദ്ധതിയുണ്ടോ, ആ പ്ലാൻ നടപ്പിലാക്കിയതാണോ, ജയിലിനുള്ളിൽ ആളുണ്ട് എന്ന് പറയുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആംബിയൻസ് ഉണ്ടാക്കിയ ശേഷം അവിടെ നിന്ന് രക്ഷപ്പെട്ടതാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇനിയും പോലീസിന് പരിശോധിക്കാനുണ്ട്. നിലവിൽ ബാലമുരുകൻ ജയിലിന് പുറത്തുള്ള ദൃശ്യങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. ടോം. യെസ്, ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. തമിഴ്നാട്ടിലും കേരളത്തിലുമായി നിരവധി കൊലക്കേസിലെ പ്രതിയാണ് ബാലമുരുകൻ. ഇയാൾ ചാടിപ്പോയത്, പോലീസിൻ്റെ തടവിൽ നിന്നും രക്ഷപ്പെട്ടത് തമിഴ്നാട് പോലീസ് ഉദ്യോഗസ്ഥരുടെ ഒത്താശയോട് കൂടിയാണോ എന്നാണ് പ്രധാനമായും പരിശോധിക്കേണ്ടത്. കന്നഡ താരത്തിന് സമൂഹ മാധ്യമങ്ങളിലൂടെ നിരന്തരം അശ്ലീല സന്ദേശങ്ങളും സ്വകാര്യ ഭാഗങ്ങളുടെ ദൃശ്യങ്ങളും അയച്ച മലയാളി യുവാവ് അറസ്റ്റിൽ. വൈറ്റ്ഫീൽഡിൽ താമസിക്കുന്ന നവീൻ കെ മേനോനാണ് പിടിയിലായത്. ഗ്ലോബൽ റിക്രൂട്ട്മെന്റ് ഏജൻസിയുടെ ഡെലിവറി മാനേജറാണ് നവീൻ. പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു. വിവരങ്ങളുമായി ബി വി വിനോദ് ചേരുന്നു. വിനോദ്, നമുക്കറിയാം ഈ മലയാളി നടിമാർക്കെതിരെ അല്ലെങ്കിൽ അവരുടെ സോഷ്യൽ മീഡിയ പേജുകളിൽ അശ്ലീല കമൻ്റ് ഇടുന്ന പ്രവണതയൊക്കെ നമുക്കുണ്ട്, നമ്മുടെ ചില മലയാളി യുവാക്കൾക്കുണ്ട്. കാരണം അത്തരം കേസുകളിലൊക്കെ പലരും പിടിക്കപ്പെട്ടിട്ടുണ്ട്, കേസ് വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒരു കന്നഡ ചലച്ചിത്ര താരത്തിന് നേരെയാണ് മലയാളി യുവാവിൻ്റെ ഭാഗത്ത് നിന്ന് ഈ രീതിയിലുള്ള അതിക്രമം ഉണ്ടായത്. ഈ നടി നൽകിയ പരാതിയിന്മേലാണോ ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്? എന്നാണ് ഈ കേസിനാസ്പദമായ സംഭവം? ടോം, 40 വയസ്സുള്ള നടിയാണ്. ഇവർ കന്നഡയിലും തെലുങ്കിലുമായിട്ടാണ് അഭിനയിക്കുന്നത്. TV താരമാണ്, നിരവധി സീരിയലുകളിൽ അഭിനയിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇവർക്ക് ആദ്യം ഒരു ഫ്രണ്ട് റിക്വസ്റ്റ് അയക്കുകയായിരുന്നു ഈ മലയാളി യുവാവ്. നവീൻ കെ മോൻ എന്നാണ് ഇയാളുടെ പേര്. ഇയാൾ അങ്ങനെ ഒരു റിക്വസ്റ്റ് അയക്കുകയും പിന്നീട് അവരത് നിരസിക്കുകയും ചെയ്തു. മെസ്സഞ്ചറിലൂടെ വീണ്ടും സന്ദേശം അയച്ചു. അത് ബ്ലോക്ക് ചെയ്യുമ്പോൾ വീണ്ടും പുതിയ അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്യുകയും തുടർച്ചയായി അവർക്ക് മെസ്സേജുകൾ അയക്കുകയുമായിരുന്നു. അത് അശ്ലീല സന്ദേശങ്ങൾ ആയി അവസാനം മാറി. മാത്രവുമല്ല, ഇയാളുടെ സ്വകാര്യ ഭാഗങ്ങളുടെ ചിത്രങ്ങളെടുത്ത് അവർക്ക് സന്ദേശമായി അയച്ചു. നിരവധി തവണ പല അക്കൗണ്ടുകൾ ബ്ലോക്ക് ചെയ്തിട്ടും ഈ നടിക്ക് രക്ഷയുണ്ടായില്ല. ഏറ്റവും ഒടുവിലാണ് അവർ നേരിട്ട് വന്ന് കാണൂ എന്ന ഒരു സന്ദേശം നൽകിയത്. അങ്ങനെ ഇയാൾ നടിയുമായി കാണുകയായിരുന്നു. വൈറ്റ്ഫീൽഡിലാണ് ഈ സംഭവം നടക്കുന്നത്. അവിടെ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് ചെല്ലാനാണ് ആവശ്യപ്പെട്ടത്. അങ്ങനെ ഇയാൾ അവിടെ എത്തി. നടി അവിടെ വെച്ചും താക്കീത് നൽകി, ഇങ്ങനെ അയക്കരുത്, തനിക്കത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന കാര്യം പറഞ്ഞു. എന്നാൽ ഇയാൾ അത് കൂസാതെ വീണ്ടും സന്ദേശങ്ങൾ അയക്കുകയായിരുന്നു. ടോം പറഞ്ഞതുപോലെ തന്നെ ഇവിടെയും അങ്ങനെയുള്ള ചില പ്രവണതയുള്ള ആളുകളുണ്ട്. ഇവർക്ക് ചില മാനസിക പ്രശ്നമുള്ള ആളുകളായിരിക്കാം ഇങ്ങനെ സന്ദേശങ്ങൾ അയക്കുന്നത്. മലയാളത്തിലും ഇങ്ങനെ നടിമാർക്കും അല്ലെങ്കിൽ അങ്ങനെ പ്രശസ്തരായ വനിതകൾക്കുമൊക്കെ നേരത്തെ ഇങ്ങനെ സന്ദേശങ്ങൾ അയച്ചിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഏതായിരുന്നാലും ഒരു മലയാളി അന്യനാട്ടിൽ പോയും ഇങ്ങനെ ചെയ്തു എന്നതാണ് ഇവിടെ നമുക്ക് എടുത്തു പറയാൻ കഴിയുന്ന കാര്യം. അങ്ങനെ ഒടുവിൽ ഗതികെട്ട് ഈ നടി പോലീസിനെ റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു. തീർച്ചയായും അത് തന്നെയാണ് ഏറ്റവും നാണക്കേട്, മലയാളികളെ സംബന്ധിച്ച് അങ്ങേറ്റം നാണക്കേട് ഉണ്ടാക്കുന്നത് വിനോദ്. ഇവിടെ പക്ഷേ സാധാരണ നമ്മുടെ മലയാളി നടിമാരൊക്കെ അത്തരം പരാതിയുമായി ഇങ്ങനെ മുന്നോട്ട് പോകാറില്ല. പക്ഷെ ഇവിടെ ഈ കന്നഡ നടി ഈ പ്രതിയെ, ഈ മലയാളി യുവാവിനെ, ശല്യം ചെയ്ത മലയാളി യുവാവിനെ വിളിച്ചു വരുത്തുന്നു. പോലീസിന് മുമ്പാകെ ഇയാളെ പിടിക്കപ്പെടാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നു. എങ്ങനെയായിരുന്നു ഈ കഴിഞ്ഞ കുറേ നാളുകളായി ഇയാൾ ശല്യം ചെയ്തുകൊണ്ടെന്നാണ് നടിയുടെ പരാതിയിൽ പറയുന്നത്. പോലീസ് ഏതൊക്കെ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്? കാരണം ഇതൊരു സൈബർ കേസ് മാത്രമല്ലല്ലോ, ഒരു സ്ത്രീത്വത്തെ അപമാനിക്കല്, ലൈംഗിക ചുവയോടെ കൂടിയുള്ള പെരുമാറ്റങ്ങൾ, ഏതൊക്കെ വകുപ്പുകളാണ് ഇയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് വിനോദ്? BNS പ്രകാരമുള്ള വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. സ്ത്രീത്വത്തെ അപമാനിക്കൽ, അതോടൊപ്പം തന്നെ ഈ ലൈംഗിക ചുവയോടെ സംസാരിക്കൽ, ലൈംഗിക അതിക്രമം തുടങ്ങിയ വകുപ്പുകൾ ഉൾപ്പെടുത്തി തന്നെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. അവിടെയും ഈ നടി ആദ്യം പോലീസിൽ പരാതിപ്പെടാനല്ല ശ്രമിച്ചത്, ഇയാളെ പറഞ്ഞ് തിരുത്തുന്നതിന് വേണ്ടിയായിരുന്നു അവരുടെ ഒരു ശ്രമം എന്നതുകൂടി നമ്മളിവിടെ കാണണം. നേരെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നൊരു കാര്യമാണ് ഒരു വ്യക്തിക്ക് തുടർച്ചയായി ഈ അശ്ലീല സന്ദേശങ്ങൾ അയക്കുക, സ്വകാര്യ ഭാഗങ്ങളുടെ ദൃശ്യങ്ങൾ തുടർച്ചയായി വേറെ അക്കൗണ്ടുകൾ
അക്കൗണ്ടുകൾ സൃഷ്ടിച്ച് അതിൽ നിന്ന് അയക്കുക, അത് ഒരുപക്ഷെ ഒരു വ്യക്തിയെ സംബന്ധിച്ച് വളരെയധികം അലോസരമുണ്ടാക്കുന്ന, അവരുടെ ജീവിതത്തെ ബാധിക്കുന്ന തരത്തിലുള്ളൊരു കാര്യം തന്നെയാണ്. അവിടെയും ആ നടി ചെയ്തത് ഇയാളെ നവംബർ 1 വൈറ്റ്ഫീൽഡിലെ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് വരാൻ പറഞ്ഞ് അവിടെ പറഞ്ഞു തിരുത്തുന്നതിന് വേണ്ടിയാണ് അവർ ശ്രമിച്ചത്. അങ്ങനെ ഉപദേശിച്ച് വിടുകയും ചെയ്തു. എന്നിട്ടും ഇയാൾ ഈ പ്രവണത അവസാനിപ്പിച്ചില്ല എന്ന് മാത്രമല്ല, കൂടുതൽ അക്കൗണ്ടുകൾ ഉണ്ടാക്കി നടിക്ക് വീണ്ടും മെസ്സേജ് അയച്ചപ്പോഴാണ് അവർ പോലീസിനെ സമീപിക്കുന്നത്. അങ്ങനെയാണ് പോലീസ് കേസെടുക്കുന്നതും ഈ മലയാളിയെ പിടികൂടുന്നതും. ഇത് ടോം ചോദിച്ചതുപോലെ മാസങ്ങളായി തുടർന്ന ഒരു കാര്യമായിരുന്നു ഇത്. നവംബർ 1 ഇവർ ആദ്യമായി കാണുന്നത്. പക്ഷേ അതിനും മുൻപ് ഏതാണ്ട് 6-ലധികം മാസങ്ങളായി ഇങ്ങനെ സന്ദേശങ്ങൾ അയക്കാറുണ്ടായിരുന്നു. നിരവധി നമ്പറുകൾ ബ്ലോക്ക് ചെയ്തു, മെസ്സഞ്ചറുകൾ ബ്ലോക്ക് ചെയ്തു. പക്ഷേ ഇയാൾ വീണ്ടും ഇതേ പ്രവണത തുടരുകയായിരുന്നു. ഒരു ഏജൻസിയിലെ ഡെലിവറി മാനേജറായി ജോലി ചെയ്യുന്ന ആളാണ് നവീൻ. എന്നിട്ടും ആ കമ്പനിയുമായി ബന്ധപ്പെടാനുള്ളൊരു ശ്രമം നടി നടത്തിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവരാകട്ടെ ഈ കന്നഡയിലും തെലുങ്കിലും വളരെ തിരക്കുള്ള ഒരു നടിയാണ്. അവരുടെ അക്കൗണ്ടിലേക്ക് കയറിയാണ് ഇങ്ങനെ മെസ്സേജ് അയച്ചത്. സ്വാഭാവികമായും ഇങ്ങനെ സെലിബ്രിറ്റികൾക്ക് ധാരാളം മെസ്സേജുകൾ വരും, അല്ലെങ്കിൽ അവർക്ക് ഫ്രണ്ട് റിക്വസ്റ്റ് വരും. അത് അവർക്ക് താല്പര്യമുള്ളതാണെങ്കിൽ മാത്രമേ അവർ എടുക്കൂ. സ്വാഭാവികമാണ് അത്തരം കാര്യം. പക്ഷേ തൻ്റെ ഈ ഒരു റിക്വസ്റ്റ് എടുത്തില്ല എന്നതിൽ പ്രകോപിതനായാണ് ഇയാൾ ഇങ്ങനെ തുടർച്ചയായി ചെയ്തത്. പക്ഷേ ഇയാളൊരു അങ്ങനെ പ്രധാനപ്പെട്ട റെപ്യൂട്ടഡ് ആയിട്ടുള്ളൊരു കമ്പനിയുടെ മാനേജറായി ജോലി ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ എങ്ങനെയാണ് അത്തരമൊരു ആളിൽ നിന്ന് ഇങ്ങനെ ഒരു സമീപനം ഉണ്ടായതെന്നാണ് കൂടുതൽ കൗതുകം ഉണ്ടാക്കുന്ന കാര്യം. ടോം, തീർച്ചയായും ഇത് ഈ ഒരു വിഷയത്തിൽ ഈ പ്രതിക്ക് ഇതിനു മുൻപ് ഈ നവീനെതിരെ ഏതെങ്കിലും പരാതികളുണ്ടോ? കാരണം ഇതൊരു ലൈംഗിക വൈകൃതമുള്ള വ്യക്തിയാണെന്ന് തന്നെയാണ് ഇയാളുടെ സ്വഭാവത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കാരണം തുടർച്ചയായി ഒരു നടിയെ ആക്രമിക്കുക, അധിക്ഷേപിക്കുക, സമൂഹ മാധ്യമങ്ങളിലൂടെ ശല്യപ്പെടുത്തുക, അത് താക്കീത് നൽകിയിട്ടും വീണ്ടും തുടരുക. അങ്ങനെയെങ്കിൽ ഇയാളുടെ ഒരു പശ്ചാത്തലം പരിശോധിക്കേണ്ടതല്ലേ വിനോദ്? കാരണം ഇതിനു മുൻപ് ഏതെങ്കിലും കേസുകളിൽ സ്ത്രീകളെ, പെൺകുട്ടികളെ അധിക്ഷേപിച്ചിട്ടുള്ള, ശല്യം ചെയ്ത കേസുകളിൽ ഇയാൾക്കെതിരെ മുൻപ് പരാതികളുള്ളതാണോ? ഇപ്പോൾ അങ്ങനെയുള്ള വിവരം പുറത്തു വരുന്നില്ല. ബാംഗ്ലൂർ പോലീസാണ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. പക്ഷേ ഇതുമായി ഏതെങ്കിലും തരത്തിലുള്ള ശാരീരികമായി നേരിട്ടുള്ള ഒരു അതിക്രമമല്ല, ഇതൊരു മാനസിക പ്രശ്നമായി തന്നെയാണ് കണക്കാക്കുന്നത്. പക്ഷേ നേരത്തെ ഇയാൾക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള പരാതി വന്നിട്ടുണ്ടോ? അവിടെ ജോലി നേടുമ്പോൾ ഇങ്ങനെ പോലീസിൻ്റെ സർട്ടിഫിക്കറ്റ് നേടിയിട്ടുണ്ടോ? അതായത് PCC സർട്ടിഫിക്കറ്റൊക്കെയാണ്, പോലീസിൻ്റെ ക്ലിയറൻസൊക്കെ വാങ്ങിയായിരിക്കും പലപ്പോഴും പല കമ്പനികളും നിയമനം നൽകുന്നത്. പക്ഷേ ഇയാളുടെ കാര്യത്തിൽ അത് ഉണ്ടായിട്ടുണ്ടോ എന്നത് വ്യക്തമല്ല. കേരളത്തിൽ ഇയാൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള കേസുകൾ ഉണ്ടായിരുന്നോ? അതുകൊണ്ടാണോ ഇയാൾ ബാംഗ്ലൂരിലേക്ക് പോയത്? തുടങ്ങിയ കാര്യങ്ങളും വ്യക്തമല്ല. ഏതായിരുന്നാലും ഇപ്പോൾ ബാംഗ്ലൂർ പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. ലൈംഗിക അതിക്രമത്തിനും സ്ത്രീത്വത്തെ അപമാനിച്ചതിനും ഉൾപ്പെടെയാണ് സീരിയൽ താരത്തിന്റെ പരാതിയിൽ കേസെടുത്തിട്ടുള്ളത്. ടോം, വ്യക്തമാണ്. വി വിനോദാണ് വിവരങ്ങൾ നൽകിയത്. പ്രണയം നിരസിച്ചതിന്റെ പേരിൽ 19-കാരിയെ കുത്തി പരിക്കേൽപ്പിച്ച ശേഷം പെട്രോൾ ഒഴിച്ച് തീ വെച്ച് കൊന്ന കേസിൽ പ്രതി അജിൻ റെജി മാത്യു കുറ്റക്കാരൻ. പത്തനംതിട്ട അയിരൂർ സ്വദേശിനി കവിത കൊല്ലപ്പെട്ട കേസിലാണ് പത്തനംതിട്ട അഡീഷണൽ ജില്ലാ കോടതിയുടെ വിധി. 2019 മാർച്ച് 19 തിരുവല്ലയിലായിരുന്നു കേസിനാസ്പദമായ സംഭവം. ശിക്ഷ മറ്റന്നാൾ വിധിക്കും. പെട്രോൾ പമ്പിൽ നിന്നുള്ള സാക്ഷികൾ, അതോടൊപ്പം തന്നെ പ്രതി ATM കാർഡ് സ്വൈപ്പ് ചെയ്താണ് പണം കൊടുത്തത് 250 രൂപ. അപ്പോൾ അതിൻ്റെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ്, പിന്നെ ഒക്കറൻസ്, കൃത്യസ്ഥലത്തു നിന്നുള്ള CCTV ഫുട്ടേജ്, അതിൻ്റെ ആ CCTV ഫുട്ടേജിൽ കാണുന്നത് പ്രതിയാണെന്നുള്ളതിൻ്റെ സയൻറ്റിഫിക് ഒപ്പീനിയൻ, എക്സ്പെർട്ടിൻ്റെ ഒപ്പീനിയൻ ഉണ്ടായിരുന്നു. പിന്നെ പട്ടാപ്പകൽ നടന്ന ഒരു സംഭവമായതുകൊണ്ട് തന്നെ നിരവധി ദൃക്സാക്ഷികളുണ്ടായിരുന്നു. ഇവന്റെ ശല്യം നേരത്തെ ഉണ്ടായിരുന്നതായിട്ട് കവിത അമ്മയോടൊന്നും പറഞ്ഞിരുന്നു. ഇവരൊന്നിച്ച് പഠിച്ചവരാണ്. +1 +2 ഒന്നിച്ച് പഠിച്ചത്. നമ്മളെപ്പോഴാണ് അറിയുന്ന അന്നത്തെ ദിവസം? അന്ന് കുഞ്ഞ് രാവിലെ കാപ്പിയൊക്കെ കുടിച്ചോട്ട് കോളേജിലോട്ട് പോയി ബസ് ഞങ്ങളോട് പറഞ്ഞാൽ അതിൻ്റെ ആക്സിഡൻറ്റ് പറ്റിയെന്നാണ് പറഞ്ഞത്. ചെന്നപ്പോൾ എല്ലാം ഇങ്ങനെ എനിക്ക് അറിയത്തില്ല. കുറ്റക്കാരനാണെന്ന് കോടതി പറഞ്ഞല്ലോ. ശിക്ഷ കൊടുക്കണമെന്നാണ് നമ്മൾ പരമാവധി ശിക്ഷ. അതിന് തൂക്കുകയറ് കൊടുക്കണമെന്നാണ് പറഞ്ഞത്. അതിൻ്റെ പ്രായം അനുസരിച്ചായിരിക്കും. നമ്മളിപ്പോൾ എന്താ പറഞ്ഞാൽ ഈ നാട്ടിൽ ഇങ്ങനെയൊക്കെയാണ് ഇപ്പം. അതിന് പരമാവധി അതിന് തൂക്കുകയറ് കൊടുക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. ഈ പയ്യനെ നേരത്തെ അറിയാമോ? ഇങ്ങനെ ഉപദ്രവം വല്ലതും ഉള്ളതായിട്ട് മകൾ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, പറഞ്ഞിട്ടില്ല. അന്ന് നമ്മൾ എന്തായിരുന്നു അറിഞ്ഞത്? അന്ന് മോക്ക് ആക്സിഡൻറ്റ് പറ്റി ചെല്ലാനാണ്.
പെട്രോൾ പമ്പിൽ നിന്നുള്ള സാക്ഷികൾ, അതോടൊപ്പം തന്നെ പ്രതി ATM കാർഡ് സ്വൈപ്പ് ചെയ്താണ് പണം കൊടുത്തത് 250 രൂപ. അപ്പോൾ അതിൻ്റെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ്, പിന്നെ ഒക്കറൻസ് കൃത്യസ്ഥലത്തു നിന്നുള്ള CCTV ഫുട്ടേജ്, അതിൻ്റെ ആ CCTV ഫുട്ടേജിൽ കാണുന്നത് പ്രതിയാണെന്നുള്ളതിൻ്റെ സയൻറ്റിഫിക് ഒപ്പീനിയൻ, എക്സ്പെർട്ടിൻ്റെ ഒപ്പീനിയൻ ഉണ്ടായിരുന്നു. പിന്നെ പട്ടാപ്പകൽ നടന്ന ഒരു സംഭവമായതുകൊണ്ട് തന്നെ നിരവധി ദൃക്സാക്ഷികളുണ്ടായിരുന്നു. പ്രതിക്ക് തൂക്കുകയർ നൽകണമെന്നാണ്, വിധിക്കണമെന്നാണ് കവിതയുടെ കുടുംബത്തിൻ്റെ ആവശ്യം. വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് ശശിനാരായണൻ ചേരുന്നുണ്ട്. ശശിനാരായണൻ, 6 വർഷം മുൻപ് നടന്ന സംഭവമാണ്, പക്ഷേ ഇപ്പോഴും നമ്മുടെ മനസ്സിൽ നിന്നും അന്നത്തെ ആ വാർത്ത, ആ സംഭവം മാഞ്ഞിട്ടില്ല. കാരണം അത്രയധികം ഞെട്ടിപ്പിച്ച ഒരു കൊലപാതകമായിരുന്നു. ഒരു 19-കാരിയെ കുത്തി പരിക്കേൽപ്പിച്ച ശേഷം പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി കൊലപ്പെടുത്തിയ സംഭവം. ഈ കുടുംബത്തിൻ്റെ ആവശ്യം പരമാവധി ശിക്ഷ നൽകണമെന്നാണ്. എന്താണ് പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിക്കുന്നത്? ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു കേസാണിത്. 2019 മാർച്ച് 12 നടന്നത്. അതായത് പ്രണയം നിരസിച്ചതിന്റെ പേരിൽ കാമുകിയെ കുത്തി പരിക്കേൽപ്പിച്ചതിന് ശേഷം പട്ടാപ്പകൽ പെട്രോൾ ഒഴിച്ച് കത്തിക്കുക. അത്തരത്തിൽ നിഷ്ഠൂരമായ ഒരു കൊലപാതകമാണ് അന്നുണ്ടായത്. അതിന് തക്കതായ രീതിയിലൊരു വിധി ഉണ്ടാകുമെന്നാണ് കുടുംബവും നാട്ടുകാരും ഒക്കെ പ്രതീക്ഷിക്കുന്നത്. അതായത് പ്രതി കുറ്റക്കാരനായി, ഈ തിരുവല്ല സ്വദേശിയായ അജിൻ റജി മാത്യു ആണ് പ്രതി കുറ്റക്കാരനാണെന്ന് പത്തനംതിട്ട അഡീഷണൽ ജില്ലാ കോടതി കണ്ടെത്തിയിരിക്കുന്നു. ഈ കൃത്യമായ തെളിവുകൾ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് പോലീസിന് ഹാജരാക്കാൻ കഴിഞ്ഞു. സാക്ഷിമൊഴികളും ഈ പ്രതിക്കെതിരായി തന്നെ അവതരിപ്പിക്കാൻ കഴിഞ്ഞു. പ്രോസിക്യൂഷൻ എല്ലാ തരത്തിലുള്ള ശാസ്ത്രീയ തെളിവുകൾ, അതുപോലുള്ള കാര്യങ്ങൾ, അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം കൃത്യമായി കോടതിയിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് കൃത്യമായ ഒരു ശിക്ഷ ഈ പ്രതിക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വധശിക്ഷ ലഭിക്കണമെന്നാണ് കുടുംബം, പെൺകുട്ടിയുടെ കവിതയുടെ കുടുംബം ആവശ്യപ്പെടുന്നത്. ഈ പ്രതിയായ അജിൻ റജി മാത്യുവും ഒപ്പം ഈ കവിതയും ഒരേ ക്ലാസ്സിൽ പഠിക്കുന്നവരായിരുന്നു. പിന്നീട് പ്രണയത്തിലായിരുന്നു. ആ പ്രണയം നിരസിച്ച് വൈരാഗ്യത്തിലാണ് ഇത്തരത്തിൽ പെട്രോൾ പമ്പിൽ നിന്നും ഈ പെട്രോൾ വാങ്ങിക്കൊണ്ടുവന്നതിന് ശേഷം പകൽ സമയത്ത് പൊതുവഴിയിൽ വെച്ച് കുത്തി പരിക്കേൽപ്പിച്ചതിന് ശേഷം പെട്രോൾ ദേഹത്തൊഴിച്ച് ജീവനോടെ കൊലപ്പെടുത്താൻ ശ്രമം നടത്തിയത്. 2 ദിവസം ഈ പെൺകുട്ടി എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. അതിനുശേഷം നൽകിയ മരണമൊഴി നിർണായകം കേസിലായി. അത് കൃത്യമായി ബന്ധുക്കളോടും പോലീസിനോടും ഒക്കെ കൃത്യമായ മൊഴി ഈ പെൺകുട്ടി നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ അന്ന് തന്നെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. എന്തായാലും തക്കതായ ഒരു ശിക്ഷ, വധശിക്ഷ തന്നെ ലഭിക്കണമെന്നുള്ള ആവശ്യമാണ് കുടുംബം ഉന്നയിക്കുന്നത്. ആ പ്രതിയുടെ പ്രായം പരിഗണിച്ചൊക്കെ ആയിരിക്കും ഒരു പക്ഷേ ഇനി ശിക്ഷ വിധിക്കുക. എന്തായാലും നാടിനെ നടക്കിയ ഒരു കൃത്യത്തിന് അർഹിക്കുന്ന ശിക്ഷ കിട്ടുമെന്നുള്ള പ്രതീക്ഷ തന്നെ പ്രോസിക്യൂഷനോട് ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ അടക്കം ഉള്ള ആളുകൾക്കുണ്ട്. കാരണം അത്തരത്തിലുള്ള തെളിവുകളെല്ലാം, സാക്ഷിമൊഴികളും എല്ലാം പ്രതിക്ക് എതിരായിരുന്നു. അതെല്ലാം കൃത്യമായി എല്ലാ തരത്തിലും കോടതിയിൽ അവതരിപ്പിച്ചാണ് ഇപ്പോൾ പ്രതി കുറ്റക്കാരാണ് കണ്ടെത്തിയിരിക്കുന്നത്. മറ്റന്നാളാണ് ശിക്ഷ വിധിക്കുന്നത്. ഇനിയുള്ള ദിവസം, ഈ 2 ദിവസം കൊണ്ട് തന്നെ ഇവർക്കൊരു ആശ്വാസം ഉണ്ടാകുന്ന മൊഴി തന്നെ ലഭിക്കുമെന്നൊരു പ്രതീക്ഷയിലാണ് അവർ കുടുംബം ഇരിക്കുന്നത്. ടോം, ഏറെ വൈകാരികമായിട്ടാണ് ഈ വിധിക്ക് ശേഷം, അതായത് കോടതി ഈ പ്രതി കുറ്റക്കാരെന്ന് കണ്ടെത്തിയ ശേഷം ഈ കവിതയുടെ മാതാപിതാക്കൾ പ്രതികരിച്ചത്. പ്രത്യേകിച്ച് അമ്മ ഏറെ വൈകാരികമായിട്ടുള്ള പ്രതികരണമായിരുന്നു അമ്മയുടെ ഭാഗത്തു നിന്ന്. തൂക്കുകയർ വിധിക്കണം, പക്ഷേ പ്രായം പരിഗണിക്കില്ലേ? ഇന്നത്തെ സാഹചര്യത്തിൽ, ഇന്നത്തെ കാലത്ത് തങ്ങൾക്ക് നീതി കിട്ടുമോ എന്നൊരു ആശങ്കയൊക്കെ, ഒരു പരിഭവമൊക്കെ അവർ പങ്കുവെക്കുന്നുണ്ടല്ലോ ശശിനാരായണൻ. കാരണം അത്തരമൊരു ആശങ്കയുണ്ടോ? ഈ പ്രതിഭാഗത്തിൻ്റെ വാദം ഈ പ്രായം ഉൾപ്പെടെ പരിഗണിച്ചുകൊണ്ട് ശിക്ഷയിന്മേൽ ഒരു കുറഞ്ഞ ശിക്ഷ വേണമെന്നൊരു ആവശ്യമാണോ പ്രതിഭാഗം ഉന്നയിക്കുന്നത്? ടോം, അത്തരം കാര്യങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ട്. കാരണം പ്രതിയുടെ പ്രായം ഒരുപക്ഷെ കോടതി പരിഗണിച്ചാൽ ഒരുപക്ഷെ ഈ വധശിക്ഷ എന്നുള്ള കാര്യമൊന്നും നടക്കാൻ സാധ്യത കുറവായിരിക്കും. എന്നിരുന്നാലും ജീവപര്യന്തം ഒരു ശിക്ഷയിലേക്കൊക്കെ ഇതെത്തണം എന്നുള്ള കാര്യമുണ്ട്. പക്ഷേ ഈ പെൺകുട്ടിയുടെ ഈ മരണമടഞ്ഞ പെൺകുട്ടിയുടെ അമ്മയും ബന്ധുക്കളും ആഗ്രഹിക്കുന്നത് വധശിക്ഷ തന്നെ വേണമെന്നാണ്. പക്ഷെ പ്രതിയുടെ പ്രായം, 2 പേരും ഒരേ ക്ലാസ്സിൽ നേരത്തെ പഠിച്ചവരാണ്. പ്രണയത്തിന്റെ നിരസിച്ചതിന്റെ ഭാഗമായിട്ടാണ് കൃത്യം നടന്നിട്ടുള്ളത്. അതുകൊണ്ട് ഒരുപക്ഷെ പ്രതിയുടെ പ്രായം കൊണ്ട് ഒരുപക്ഷെ ശിക്ഷയിൽ ചില ഇളവുകൾ വരാൻ സാധ്യതയുണ്ട്. അത്തരത്തിലൊരു വാദവും പ്രതിഭാഗത്തിന് ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷെ പരമാവധി ശിക്ഷ നൽകണമെന്നാണ് പ്രോസിക്യൂഷൻ വാദിച്ചിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും എന്തായാലും ശിക്ഷ വിധിക്കുക. അർഹമായൊരു ശിക്ഷ പ്രതിക്ക് ലഭിക്കണമെന്ന് കുടുംബം ആഗ്രഹിക്കുന്നു. കാരണം ഈ കുട്ടി വീട്ടിൽ ഇവർ തമ്മിലുള്ള പ്രണയമുള്ള കാര്യമൊന്നും മാതാപിതാക്കളുമായി ഈ കവിത പങ്കുവച്ചിരുന്നില്ല. പക്ഷേ പ്രണയം നിരസിച്ചുമായി ബന്ധപ്പെട്ട് പട്ടാപ്പകൽ നടു റോഡിൽ വെച്ച്, തിരുവല്ലയിൽ വെച്ച് ഇത്തരത്തിലുള്ള ഒരു കൊലപാതകം മൃഗീയമായി കുത്തി പരിക്കേൽപ്പിച്ചതിന് ശേഷം പെട്രോൾ ഒഴിച്ചാണ് കത്തിച്ചത്. അതിനുശേഷം നാട്ടുകാർ പിടികൂടിയാണ് ഈ അജിനെ പിന്നീട് പോലീസിലേൽപ്പിക്കുകയും കേസന്വേഷണമൊക്കെ അത്തരത്തിൽ പിന്നീട് മുന്നോട്ട് പോയിരുന്നു. എന്തായാലും നാടിനെ സംബന്ധിച്ച് വലിയ ദുഃഖകരമായ ഒരു വാർത്തയായിരുന്നു.
വലിയ വിഷമമുണ്ടാക്കുന്ന കാര്യം, വീട്ടുകാരെ സംബന്ധിച്ച് അത്തരത്തിൽ പ്രയാസമുള്ള കാര്യമാണ്. അതിൽ ഒരു കാരണക്കാരനായ പ്രതിക്ക് അർഹമായ ശിക്ഷ വേണമെന്ന് നാട്ടുകാരും ബന്ധുക്കളും ഈ രക്ഷിതാക്കളും ആഗ്രഹിക്കുന്നു. അത് തരത്തിലുള്ള രീതിയിൽ തന്നെ ശിക്ഷ ലഭിക്കുമെന്നാണ് എന്തായാലും നിലവിലത്തെ പ്രതി കുറ്റക്കാരനായി കണ്ടെത്തിയതിനു ശേഷമുള്ള വിവരം നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും മറ്റന്നാളാണ് ശിക്ഷ വിധിക്കുക. തീർച്ചയായും അറിയിക്കുന്ന ഒരു ശിക്ഷ പ്രതിക്ക് ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് ഈ കവിതയുടെ ബന്ധുക്കൾക്കുള്ളത്, അമ്മയ്ക്കുള്ളത്, അതുപോലെ വീട്ടുകാർക്കും ഒക്കെ ഉള്ളത്. വ്യക്തമാണ്. ശശിനാരായണനാണ് വിവരങ്ങൾ നൽകിയത്. പത്തനംതിട്ട ആയിരൂരിലെ കവിത എന്ന 19-കാരിയെ പ്രണയം നിരസിച്ചതിന്റെ പേരിൽ കുത്തി പരിക്കേൽപ്പിച്ച ശേഷം പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി കൊലപ്പെടുത്തിയ കേസിലാണ് പ്രതി അജിൻ കുറ്റക്കാരനെന്ന് കോടതി വിധിച്ചിരിക്കുന്നത്. ശിക്ഷ മറ്റന്നാൾ വിധിക്കും. ശബരിമല സ്വർണ്ണ മോഷണ കേസിൽ മുൻ ദേവസ്വം കമ്മീഷണറും ബോർഡ് പ്രസിഡന്റുമായിരുന്ന എൻ വാസുവിനെതിരെ ഗുരുതര പരാമർശങ്ങളുമായി SITയുടെ കസ്റ്റഡി അപേക്ഷയുടെ പകർപ്പ് പുറത്ത്. ശബരിമല കട്ടിളപ്പാളിയിൽ പതിച്ചിരുന്ന സ്വർണം പൊതിഞ്ഞ ചെമ്പുപാളികൾ എന്നത് ഒഴിവാക്കി ചെമ്പുപാളികളെന്ന് മാത്രം എഴുതിയത് ദേവസ്വം കമ്മീഷണറായിരുന്ന 3-ാം പ്രതി വാസുവിന്റെ അറിവോടെ എന്നാണ് കസ്റ്റഡി അപേക്ഷയിൽ പറയുന്നത്. വാതിൽപ്പാളിയിലെ സ്വർണ്ണ മോഷണ കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിൽ വിട്ടുകെട്ടാൻ വേണ്ടി നൽകിയ അപേക്ഷയിലാണ് പരാമർശങ്ങൾ. വിവരങ്ങളുമായി ഡാൻ കുര്യൻ ചേരുന്നുണ്ട്. ഡാൻ, കഴിഞ്ഞ ദിവസമാണ് എൻ വാസുവിനെ ചോദ്യം ചെയ്ത് വിട്ടയച്ചത്. ഈ ചോദ്യം ചെയ്യലിൽ നിന്നാണോ ഇത്തരമൊരു നിർണായകമായിട്ടുള്ള വിവരങ്ങൾ SITക്ക് ലഭിച്ചത്? അതായത് വാസുവിൻ്റെ അറിവോട് കൂടിയാണ് ഇത്തരം നീക്കങ്ങൾ ഉണ്ടായത് എന്നൊരു ഗുരുതരമായിട്ടുള്ള പരാമർശങ്ങൾ, ഈ വിവരങ്ങൾ ലഭ്യമായത് കഴിഞ്ഞ ദിവസത്തെ ചോദ്യം ചെയ്യലിലാണോ അതോ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയിൽ നിന്നാണോ? ശബരിമലയിലെ വാതിൽപ്പാളിയിലെ 409 ഗ്രാം സ്വർണം മോഷണം പോയതുമായി ബന്ധപ്പെട്ട കേസിലാണ് കഴിഞ്ഞ ദിവസം പ്രത്യേക അന്വേഷണ സംഘം പത്തനംതിട്ട കോടതിയിൽ കസ്റ്റഡി അപേക്ഷ നൽകിയത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിശദമായി ചോദ്യം ചെയ്യലിന് വേണ്ടി വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങുന്നതിൻ്റെ ഭാഗമായിട്ടായിരുന്നു ഈ അപേക്ഷ നൽകിയത്. ആ അപേക്ഷയിലാണ് അന്ന് ദേവസ്വം കമ്മീഷണറായിരുന്ന, അതായത് 2019 മാർച്ച് 19-ന് ദേവസ്വം കമ്മീഷണറുടെ ചുമതലയിലുണ്ടായിരുന്ന എൻ വാസുവിനെതിരെ ഉൾപ്പെടെ ഗുരുതരമായ പരാമർശങ്ങൾ അടങ്ങുന്ന കസ്റ്റഡി അപേക്ഷയുടെ പകർപ്പ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതിൽ എടുത്തു പറയുന്ന കാര്യം, ഈ വാതിൽപ്പാളി, അതായത് 42.100 ഗ്രാം ഭാരമുള്ള ഈ വാതിൽപ്പാളി, ആ വാതിൽപ്പാളി ചെമ്പ് കൊണ്ടുള്ള വാതിൽപ്പാളിയായിരുന്നു. ആ ചെമ്പിൽ സ്വർണം പൊതിഞ്ഞ വാതിൽപ്പാളിയായിരുന്നു. അതിലെ സ്വർണം പൊതിഞ്ഞത് എന്ന പരാമർശം ഒഴിവാക്കി ചെമ്പ് എന്ന് മാത്രം എഴുതിയത് 3-ാം പ്രതിയായിട്ടുള്ള ദേവസ്വം കമ്മീഷണറുടെ അറിവോടെ എന്നാണ് ഈ റിപ്പോർട്ടിൽ കൃത്യമായി തന്നെ പരാമർശിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ വാതിൽപ്പാളി മോഷണവുമായി ബന്ധപ്പെട്ട് നിലവിൽ വിശദമായി പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്ന മൊഴികളുടെ അടിസ്ഥാനത്തിൽ എൻ വാസുവിനെ വീണ്ടും ചോദ്യം ചെയ്യലിന് വേണ്ടി വിളിച്ചു വരുത്താനാണ് സാധ്യത. അങ്ങനെയെങ്കിൽ 2019 മാർച്ച് മാസം 19-ാം തീയതി ഇങ്ങനെയൊരു ഉത്തരവ് ഇട്ട എൻ വാസു 2019 മെയ് മാസത്തിലാണ് അവിടെ നിന്ന് ഇത് ഇളക്കി മാറ്റുന്ന തരത്തിലേക്ക്, അതായത് ഈ വാതിൽപ്പാളി ഇളക്കി മാറ്റി അത് സ്മാർട്ട് ക്രിയേഷൻസിന് കൈമാറുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. അത് കൃത്യമായി അന്ന് ദേവസ്വം കമ്മീഷണറായിരുന്ന വാസുവിൻ്റെ അറിവോടെയാണ് എന്ന തരത്തിലുള്ള പരാമർശങ്ങളാണ് ഈ കസ്റ്റഡി അപേക്ഷയിൽ ഉൾക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിശദമായി ചോദ്യം ചെയ്യുന്നതിലൂടെ എൻ വാസുവിന് ഇതുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ തരത്തിലാണ് ബന്ധമുള്ളത് എന്ന് വ്യക്തമാകുമെന്ന നിഗമനത്തിലാണ് SIT. തീർച്ചയായും ഡാൻ, അങ്ങനെയെങ്കിൽ ഈ വാസുവിന് അത്രയും ഒരു പങ്കുണ്ടെങ്കിൽ, വാസുവിൻ്റെ ഒരു വഴിവിട്ട ഇടപെടൽ ഈ കേസിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അറസ്റ്റ് അനിവാര്യമല്ലേ? ഉടൻ അത്തരം നീക്കം ഉണ്ടാകുമോ? അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് 8-ാം പ്രതിയായിട്ടുള്ള ആളെയും അന്വേഷണ സംഘം ചോദ്യം ചെയ്യലിനായി വിളിച്ചു വരുത്തിയ ശേഷം പിന്നീട് വിട്ടയക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. സമാനമായ നടപടി വാസുവിൻ്റെ കാര്യത്തിലും കഴിഞ്ഞ ദിവസം അന്വേഷണ സംഘം സ്വീകരിക്കുകയായിരുന്നു. വിശദമായി മണിക്കൂറുകളോളം ചോദ്യം ചെയ്ത ശേഷമാണ് വാസുവിനെ വിട്ടയച്ചിരിക്കുന്നത്. അതുകൊണ്ട് തുടർ നീക്കങ്ങളുടെ ഭാഗമായി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിശദമായി ചോദ്യം ചെയ്ത ശേഷം ഒരുപക്ഷെ വാസുവിനെ വീണ്ടും വിളിച്ചു വരുത്താനാണ് സാധ്യത. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടി എന്തായാലും കസ്റ്റഡി അപേക്ഷ സ്ഥിതി ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഈ കേസിൽ വിശദമായി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്തുകൊണ്ട് ഇയാളിപ്പോൾ കസ്റ്റഡിയിലുണ്ട്. ഈ കേസിൽ മുരാരി ബാബുവിനെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടണം, മറ്റു പ്രതികളെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടാൻ വേണ്ടിയുള്ള അപേക്ഷ ഉടൻ തന്നെ സമർപ്പിക്കുമോ SIT? അതായത് അടുത്ത ദിവസമാണ് ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത്. ആ റിപ്പോർട്ടിൽ
എൻ വാസുവിനെ കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തതിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ അടക്കം ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് വിവരം. അതോടൊപ്പമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഈ വാതിൽപ്പാളിയിലെ സ്വർണ്ണമോഷണവുമായി ബന്ധപ്പെട്ട കേസിൽ കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിൽ വാങ്ങിയതിനു ശേഷം പ്രാഥമികമായി നടത്തിയ ചോദ്യം ചെയ്യലിൽ കണ്ടെത്തിയ കാര്യങ്ങൾ, അതോടൊപ്പം കഴിഞ്ഞ ദിവസം എൻ വാസുവിനെ ചോദ്യം ചെയ്യുന്ന ലഭിച്ച വിവരങ്ങൾ, ഇത് ഉൾപ്പെടെ സമഗ്രമായി ഈ റിപ്പോർട്ടിൽ കാണും. അതോടൊപ്പമാണ് അതിനിടയിലാണ് ഈ കേസിലെ മൂന്നാമത് അറസ്റ്റ് ചെയ്ത സുധീഷ് കുമാറിനെ, അതായത് എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന സുധീഷ് കുമാറിനെ വിശദമായ ചോദ്യം ചെയ്യലിന് വേണ്ടി കസ്റ്റഡിയിൽ വാങ്ങാനുള്ള നീക്കം SITയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. സുധീഷിനെ ഉൾപ്പെടെ സന്നിധാനത്തെത്തിച്ച് തെളിവെടുക്കാനുള്ള ശ്രമമാണ് അന്വേഷണ സംഘം നടത്തുന്നത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ മദ്യം നൽകി പീഡിപ്പിച്ച കേസിൽ അമ്മയ്ക്കും രണ്ടാനച്ഛനും 180 വർഷം കഠിന തടവ് ശിക്ഷ. വാർത്ത പരിശോധിക്കാം ഇടവേളയ്ക്ക് ശേഷം. സ്പോട്ട് ലൈവ് തുടരുന്നു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ മദ്യം നൽകി പീഡിപ്പിച്ച കേസിൽ അമ്മയ്ക്കും രണ്ടാനച്ഛനും 180 വർഷം കഠിന തടവ് ശിക്ഷ. തിരുവനന്തപുരം സ്വദേശിയായ യുവതിയെയും പാലക്കാട് സ്വദേശിയായ യുവാവിനെയുമാണ് മഞ്ചേരി ഫാസ്റ്റ് ട്രാക്ക് കോടതി ശിക്ഷിച്ചത്. 2019 കേസിനാസ്പദമായ സംഭവം. 2019 മുതൽ 2021 വരെയും 2 വർഷം കുട്ടി തുടർച്ചയായ പീഡനത്തിന് ഇരയായെന്നാണ് അന്വേഷണത്തിൽ തെളിഞ്ഞത്. ഈ കേസിലെ വിക്ടിമായ കുട്ടിയും കുടുംബവും തിരുവനന്തപുരം ജില്ലയിലാണ് താമസിച്ചു വന്നിരുന്നത്. അവിടെ താമസിച്ചു വരുമ്പോൾ കുട്ടിയുടെ അമ്മ കാമുകനുമായി ഫോണിൽ പരിചയപ്പെട്ട് 2019 ഒരു ദിവസം ഈ കുട്ടിയുമായി ഭർത്താവിനെ ഉപേക്ഷിച്ച് കാമുകൻ്റെ കൂടെ ഒളിച്ചോടുകയാണ് ഉണ്ടായത്. അങ്ങനെ ഒളിച്ചോടിയ ശേഷം പാലക്കാട് ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിലും അതോടൊപ്പം തന്നെ മലപ്പുറം ജില്ലയിലെ 2 വാടക വീടുകളിലും 2019 മുതൽ 2021 വരെ കാലഘട്ടത്തിൽ ഇവർ താമസിച്ചു വന്നു. ഈ താമസിച്ചു വന്നിരുന്ന കാലഘട്ടത്തിൽ ഈ ഒന്നാം പ്രതി രണ്ടാം പ്രതിയായ അമ്മയുടെ സഹായത്തോടുകൂടി ഈ കുട്ടിയെ പലതവണ വീട്ടിൽ വെച്ച് ബലാത്സംഗത്തിനും ലൈംഗിക പീഡനങ്ങൾക്കും വിധേയമാക്കുകയാണ് ഉണ്ടായത്. പെറ്റമ്മയായ ഈ രണ്ടാം പ്രതി ഈ കുട്ടിയെ ബെഡ്റൂമിലേക്ക് വിളിച്ചു വരുത്തി കുട്ടിക്ക് ബിയർ കൊടുക്കുകയും കുട്ടിക്ക് പോൺ വീഡിയോസ് മൊബൈലിൽ കാണിച്ചു കൊടുക്കുകയും കുട്ടിയുടെ സാന്നിധ്യത്തിൽ ഈ പ്രതികൾ അമ്മയും കാമുകനും ചേർന്ന് സെക്ഷൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ കുട്ടിയെ ഒന്നാം പ്രതിക്ക് കാമുകനായ ഒന്നാം പ്രതിക്ക് ബലാത്സംഗം ചെയ്തതിന് വേണ്ടിയുള്ള ഡയറക്റ്റ് സഹായം ചെയ്തു കൊടുക്കുകയും ഈ കുട്ടിയെ ഓറൽ സെക്സിന് വരെ ഈ ഒന്നാം പ്രതി വിധേയമാക്കുന്നത് അമ്മയുടെ സഹായത്തോടു കൂടിയാണ്. ഈ കുട്ടി അമ്മയോട് പരാതി പറയുന്ന സമയത്ത് പോലും അവർ ഈ കുട്ടിയുടെ ഭാവി വിവാഹ ജീവിതത്തിന് ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ആവശ്യമാണ് എന്ന് പറഞ്ഞ് കുട്ടിയെ സമാധാനിപ്പിക്കുകയാണ് അമ്മ ചെയ്യുന്നത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ചു, നഗ്നത പ്രദർശിപ്പിച്ചു, മദ്യം നൽകി പീഡിപ്പിച്ചു, ഭീഷണിപ്പെടുത്തി തുടങ്ങിയ കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ തെളിഞ്ഞിരിക്കുന്നത്. വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന് CB അനുമോദ് ചേരുന്നുണ്ട്. അനുമോദ്, ഏറെ ഞെട്ടിപ്പിക്കുന്നൊരു സംഭവമാണ്. പ്രത്യേകിച്ച് ഒരു പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ അമ്മയുടെ ഒത്താശയോടുകൂടി രണ്ടാനച്ഛൻ പീഡിപ്പിച്ച സംഭവം. മാതൃകാപരമായ ശിക്ഷയാണ്, 180 വർഷം കഠിന തടവ്. എന്താണ് കോടതിയുടെ ശിക്ഷാവിധിയിൽ പറയുന്നത്? അതിക്രൂരമായ പീഡനമാണ് ഈ കുട്ടി 2 വർഷം അനുഭവിച്ചിട്ടുള്ളത് എന്ന് വ്യക്തമാണ്. അദ്ദേഹത്തിന്റെ അഭിഭാഷകന്റെ വാക്കുകളിൽ തന്നെ അത് കൃത്യമായി പറയുന്നു. 2 വർഷം ഈ കുട്ടി ഈ രണ്ടാനച്ഛന്റെയും അമ്മയുടെയും കൂടെ അതിക്രൂരമായ വിധത്തിലാണ് പീഡനങ്ങൾക്ക് ഇരയായത്. 2019 മുതൽ 2021 വരെയായിരുന്നു ഈ ഒരു കാലയളവ് ഉണ്ടായത്. ഇതിലേക്ക് നയിച്ച ഈ സംഭവം പുറത്തറിയാനുണ്ടായ കാരണം കൂടി ഇപ്രകാരമാണ്. ഈ തിരുവനന്തപുരം സ്വദേശിയായ പെൺകുട്ടി ഭർത്താവിനെ ഉപേക്ഷിച്ച് പാലക്കാടുകാരനായ യുവാവിന്റെ കൂടെ ഒളിച്ചോടുകയായിരുന്നു. അങ്ങനെ ഈ കുട്ടിയുടെ സർട്ടിഫിക്കറ്റും ഒക്കെ തന്നെ തിരുവനന്തപുരത്തെ വീട്ടിലായിരുന്നു, ഭർത്താവിന്റെ വീട്ടിലായിരുന്നു. അത് ആവശ്യപ്പെട്ട് മലപ്പുറം പോലീസിൽ ഈ യുവതി പരാതി നൽകുകയും അങ്ങനെ മലപ്പുറം പോലീസിൽ ഈ ഭർത്താവിന്റെ പിതാവ് എത്തി ഈ സർട്ടിഫിക്കറ്റ് നൽകുകയും തങ്ങളുടെ പേരക്കുട്ടിയെ കാണണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. അങ്ങനെ പേരക്കുട്ടിയെ കാണണമെന്ന് ആവശ്യപ്പെട്ട് ഇവർ പേരക്കുട്ടിയുടെ അടുത്തേക്ക് ചെന്നപ്പോൾ അയൽവാസികളൊക്കെയാണ് ഈ കുട്ടി ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്, ഒരുപാട് പീഡനങ്ങൾ കുട്ടിക്ക് ഏറ്റുവാങ്ങേണ്ടി വരുന്നുണ്ട് എന്ന് പറയുകയും തുടർന്ന് ഈ ഭർത്താവിന്റെ അച്ഛൻ, ഈ കുട്ടിയുടെ മുത്തശ്ശൻ ഈ കാര്യങ്ങൾ പോലീസിൽ അറിയിക്കുകയും ചൈൽഡിനെ അറിയിക്കുകയും അങ്ങനെ ആ കുട്ടിയെ മലപ്പുറം സ്നേഹിതയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ആ സ്നേഹിതയിൽ വെച്ചാണ് ഈ കുട്ടി തനിക്ക് അനുഭവിക്കേണ്ടി വന്ന പീഡനങ്ങളുടെ കാര്യങ്ങൾ മുഴുവൻ
പുറത്തു പറയുന്നത്. ഈ കുട്ടിയെ ഈ രണ്ടാനച്ഛനും അമ്മയും പേടിപ്പിച്ചിരുന്നത് കുട്ടിയുടെ തലയിൽ ഒരു CCTV ക്യാമറ വെച്ചിട്ടുണ്ടെന്നും കുട്ടി ആരോട് എന്ത് പറഞ്ഞാലും അവരറിയുമെന്നും പറഞ്ഞുകൊണ്ടായിരുന്നു ഈ കാര്യങ്ങളൊന്നും പുറത്തു പറയാതിരിക്കാൻ പേടിപ്പിച്ചിരുന്നത്. അപ്പോൾ ഈ കുട്ടി സ്നേഹിതയിലെ തന്നെ കൗൺസിലിംഗ് ചെയ്യാൻ വന്നവരോട് ചോദിക്കുക, തലയിൽ അങ്ങനെ CCTV ക്യാമറ വെക്കാൻ പറ്റുമോ എന്ന സംശയം ചോദിച്ചപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ പുറത്തു പറയുന്നത്. അത്യധികം ക്രൂരമായ പീഡനത്തിനാണ് ഈ കുട്ടി ഇരയായിട്ടുള്ളത്. ഇതിനൊക്കെ കൂട്ടുനിന്നത് അമ്മയാണ് എന്നുള്ളതാണ് അതിൽ ഏറ്റവും സങ്കടകരമായ കാര്യം. ഒരു ചെറിയ പെൺകുട്ടിക്ക് ചെറുപ്രായത്തിൽ ഇത്രയും അതിക്രൂരമായ ലൈംഗിക പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന സാഹചര്യം കോടതിയെ തന്നെ ഞെട്ടിച്ച ഒരു സംഭവമായിട്ടാണ് കോടതിയും ശിക്ഷാവിധിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സാധ്യമായ എല്ലാ വകുപ്പുകളും ഇവർക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. പോക്സോ, ബലാത്സംഗം, സംരക്ഷണ ബാധ്യതയുള്ളവർ പീഡിപ്പിക്കൽ, തുടർച്ചയായ ലൈംഗിക പീഡനം, നഗ്ന വീഡിയോകൾ കാണിച്ച് മദ്യം നൽകി പീഡിപ്പിക്കൽ, ഭീഷണി തുടങ്ങി വിവിധ വകുപ്പുകളിൽ കുറ്റം ചുമത്തിയിരുന്നു. ഇതിലെല്ലാം തന്നെ ഈ ചുമത്തിയ കുറ്റങ്ങൾ തെളിയിക്കുകയും ചെയ്തു. അങ്ങനെയാണ് 180 വർഷം എല്ലാ വകുപ്പുകളും കൂടി ചേർത്ത് ഈ 2 പ്രതികൾക്കും ചേർന്ന് കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ടോം. തീർച്ചയായും. പക്ഷേ ഇവിടെ ഏറെ നമുക്ക് മാതൃകാപരമായ ശിക്ഷയെന്ന് തോന്നിയത് അനുമോദ്, സാധാരണഗതിയിൽ ഈ രണ്ടാനച്ഛൻ അമ്മയുടെ അറിവോട് കൂടി പീഡിപ്പിക്കുന്ന കേസുകളിൽ ഈ നേരിട്ട് കുറ്റകൃത്യത്തിൽ പങ്കെടുത്ത വ്യക്തി, അതായത് പീഡിപ്പിച്ച വ്യക്തിക്ക് ഒരു അങ്ങേയറ്റം ഏറ്റവും കൂടിയ ശിക്ഷ നൽകും, ഒത്താശ നൽകിയ അമ്മയ്ക്ക് ചെറിയ ശിക്ഷ. ഇതാണ് സാധാരണ കണ്ടുവരാറുള്ളത്. പക്ഷേ ഇവിടെ 1-ാം പ്രതിക്കും 2-ാം പ്രതിക്കും അമ്മയ്ക്കും ഈ രണ്ടാനച്ഛനും തുല്യമായ ശിക്ഷ നൽകിയിരിക്കുന്നു. അതായത് അമ്മയ്ക്ക് ഈ കേസിൽ നേരിട്ട് പങ്കുണ്ട്. അമ്മയുടെ ഒത്താശയടക്കം അമ്മയുടെ അറിവോട് കൂടിയാണ്, അല്ലെങ്കിൽ അമ്മ ഈ പീഡിപ്പിക്കാൻ വേണ്ടി ഒത്താശ നൽകി. ഇക്കാര്യങ്ങളൊക്കെ കൃത്യമായും കണ്ടെത്താൻ കഴിഞ്ഞതാണോ ഈ 2 പേർക്കും ഇത്രയധികം ഈ 180 വർഷം തടവ് ശിക്ഷ വിധിക്കാൻ കാരണമായത്? ടോം, അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഈ കുട്ടിയുടെ മൊഴിയാണ് ഇതിൽ ഏറ്റവും പ്രധാനം. ഈ കുട്ടി ചൈൽഡ് ലൈന് നൽകിയ, അതായത് തന്നെ കൗൺസിലിംഗ് ചെയ്തവർക്ക് നൽകിയ മൊഴിയിൽ ഈ കുട്ടി എല്ലാം പറയുന്നുണ്ട്. തന്നെ എന്തെല്ലാം ചെയ്തു, അതിന് അമ്മ എന്ത് പറഞ്ഞു, അമ്മയുടെ സഹായം ഈ എങ്ങനെ ഉണ്ടായി, അമ്മയാണ് ഇതിനെല്ലാം തന്നെ കൂട്ടുന്നത് തുടങ്ങി ഈ കുട്ടിക്ക് അനുഭവിക്കേണ്ടി വന്ന ദുരിതങ്ങളും പ്രശ്നങ്ങളും വിഷമങ്ങളും ഒക്കെ ഈ കുട്ടി തുറന്നു പറഞ്ഞു. അതാണ് ഈ കേസിൽ ഏറ്റവും നിർണായകമായത്. അപ്പോൾ അത് കൃത്യമായിട്ട് രേഖപ്പെടുത്തുകയും കേസിൽ നിർണായകമാവുകയും ചെയ്തു. മാത്രമല്ല ഈ കുട്ടിയുടെ അമ്മയുടെ പിന്തുണയില്ലാതെ 2-ാം പ്രതിക്ക്, ഈ രണ്ടാനച്ഛൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ഇതൊന്നും ചെയ്യാനും കഴിയില്ല എന്ന് കോടതിയുടെ മുമ്പിൽ തെളിയിക്കുവാനും സാധിച്ചു. കാരണം അത്രമാത്രം വലിയ ഈ ഒരു കുറ്റകൃത്യത്തിന് വലിയ പിന്തുണ ഈ അമ്മ നൽകി. അവരുടെ സഹായമില്ലാതെ ഒരിക്കലും ഈ കുറ്റകൃത്യം നടക്കില്ല എന്ന കാര്യം കോടതിക്ക് മുമ്പിൽ പ്രോസിക്യൂഷന് തെളിയിക്കാൻ കഴിഞ്ഞതാണ് ഇതിൽ 2 പേർക്കും ഒരേപോലെ തന്നെ ശിക്ഷ വിധിക്കാനുള്ള ഒരു കാരണം. തീർച്ചയായിട്ടും ഇതിൽ സംരക്ഷിക്കേണ്ടവർ തന്നെ ഈ കുട്ടിയെ ഇത്തരത്തിൽ ഉപദ്രവിക്കുന്നു എന്നുള്ളത് അതീവ ദുഃഖകരമായ കാര്യം. അത് കോടതിക്ക് മുമ്പിൽ സംരക്ഷിക്കാൻ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട, ഏറ്റവും ബാധ്യതയുള്ള കുട്ടിയുടെ അമ്മ തന്നെ ഇതിന് കൂട്ടുനിന്നു, ഇതിന് സഹായം നൽകി എന്നുള്ള കാര്യം കോടതിക്ക് മുമ്പിൽ തെളിയിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് തന്നെ 11,75,000 രൂപയാണ് വിവിധ വകുപ്പുകളിലായിട്ട് ഈ പിഴ അടയ്ക്കേണ്ടതായിട്ടുള്ളത്. അത്തരത്തിൽ മാതൃകാപരമായിട്ടുള്ള സമീപകാലത്തെല്ലാം നമ്മൾ കണ്ട കോടതി വിധികളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായത് ഈ 2 പേർക്കും ഒരേ വകുപ്പിൽ ഒരേ പ്രാധാന്യത്തോടെ ശിക്ഷ നൽകി എന്നുള്ളതാണ്. അതും മാതൃകാപരമായി മറ്റാർക്കും ഈ ഇത്തരത്തിലൊരു കുറ്റം ചെയ്യാൻ തോന്നിക്കാത്ത വിധത്തിൽ മാതൃകാപരമായ ഒരു ശിക്ഷ തന്നെയാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. ടോം. വ്യക്തമാണ്. CB അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം വർക്കലയിൽ മദ്യലഹരിയിൽ യാത്രക്കാരൻ ട്രെയിനിൽ നിന്നും തള്ളിയിട്ട പെൺകുട്ടിയുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു. തലയ്ക്കും നട്ടലിനും ഗുരുതരമായി പരിക്കേറ്റ പെൺകുട്ടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. പ്രതി സുരേഷ് കുമാർ റിമാൻഡിലാണ്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യൻ ചേരുന്നു. ഡാൻ, ഇന്നലെ ഈ ശ്രീകുട്ടിയുടെ അമ്മ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞിരുന്നു, എൻ്റെ മകളുടെ ജീവൻ രക്ഷിക്കാൻ കഴിയണം, മതിയായ ശിക്ഷ നൽകണം, ഈ പ്രതിക്ക് മതിയായ ശിക്ഷ നൽകണം, അതോടൊപ്പം നല്ല ചികിത്സ തന്നെ മകൾക്ക് ഉറപ്പ് വരുത്തണമെന്നൊരാവശ്യം ഈ അമ്മ മുന്നോട്ട് വെച്ചതാണ്. ഏതെങ്കിലും രീതിയിലുള്ള, അതായത് ഒരു നല്ല ചികിത്സ അല്ല ലഭിക്കുന്ന പരിഭവം കുടുംബത്തിനുണ്ടോ? ഇപ്പോഴെങ്ങനെയാണ് ഈ പെൺകുട്ടിയുടെ ആരോഗ്യനില എങ്ങനെയാണ്?
ഇന്നലെ ഈ കുടുംബാംഗങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായതൊരു വൈകാരികമായ ഒരു പ്രതികരണമായി മാത്രം കണ്ടാൽ മതി എന്നൊരു നിലപാടിലാണ് മെഡിക്കൽ കോളേജ് ആശുപത്രി അധികൃതർ. കാരണം സാധ്യമായതിൽ വെച്ച് ഏറ്റവും നല്ല ചികിത്സയാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഈ 19 വയസ്സുകാരിക്ക് മെഡിക്കൽ ബോർഡ് രൂപീകരിച്ച് നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് മെഡിക്കൽ സൂപ്രണ്ട് അടക്കം വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം എടുത്തു പറയേണ്ടുന്ന കാര്യം ഈ തലച്ചോറിനടക്കം ക്ഷതമേറ്റിട്ടുണ്ട് ഈ പെട്ടെന്നുണ്ടായ വീഴ്ചയുടെ ആഘാതത്തിൽ. അതാണ് ആന്തരിക രക്തസ്രാവത്തിനടക്കം വഴിവെച്ചത്. അതുകൊണ്ട് ഈ തലയിലടക്കം ഉണ്ടായിരിക്കുന്ന ഈ സാരമായ പരിക്ക് ഭേദമാകുന്നതിന് വേണ്ടിയിട്ടുള്ള ചികിത്സയാണ് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഒരു സ്റ്റേബിൾ കണ്ടീഷനിലാണ് എന്നാണ് നമുക്ക് ഉദ്യോഗസ്ഥരടക്കം ഇതുമായി ബന്ധപ്പെട്ട് ഈ റെയിൽവേയിലെ ഉദ്യോഗസ്ഥരടക്കം നൽകുന്ന വിവരം. അവർ കർശനമായ ഒരു നിരീക്ഷണം നടത്തുന്നുണ്ട് ഈ 19 വയസ്സുകാരിയുടെ ആരോഗ്യനിലയിലുണ്ടാകുന്ന മാറ്റങ്ങൾ കൃത്യമായി തിരിച്ചറിയുന്നതിന് വേണ്ടി. എന്തായാലും എടുത്തു പറയേണ്ടുന്ന കാര്യം, പ്രതിയെ ഇന്നലെ വൈകിട്ട് മജിസ്ട്രേറ്റിൻ്റെ വസതിയിൽ ഹാജരാക്കിയതിനു ശേഷമാണ് റിമാൻഡ് ചെയ്തത്. 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. അതിനിടയിൽ കസ്റ്റഡി അപേക്ഷ നൽകിയതിനു ശേഷം ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായ ചോദ്യം ചെയ്യലിന് വേണ്ടിയും തെളിവെടുപ്പിന് വേണ്ടിയും വർക്കലയിലെ ഈ സംഭവ സ്ഥലത്തേക്ക് ഉൾപ്പെടെ എത്തിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഈ ഫോറൻസിക്കിൻ്റെ അടക്കം പരിശോധന ഈ വർക്കലയിൽ ഈ സംഭവമുണ്ടായ സ്ഥലത്ത് റെയിൽവേ CI ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ പൂർത്തിയാക്കിയിരുന്നു. പെട്ടെന്നുണ്ടായ പ്രകോപനമാണ് ഇങ്ങനെയൊരു ഈ ആക്രമണത്തിലേക്ക് നയിച്ചത്. രണ്ടുപേരെയും ഒരുപോലെ ആക്രമിക്കാൻ ശ്രമിക്കുകയായിരുന്നു ഈ പ്രതി സുരേഷ് കുമാർ എന്നാണ് വിവരം. അതേസമയം സമാനമായ മറ്റ് കേസുകളിലൊന്നും നേരത്തെ ഇയാൾ ഉൾപ്പെട്ടിട്ടുള്ളതായ വിവരം ഇതുവരെ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിട്ടില്ല. പക്ഷേ ഇയാൾ മദ്യപിച്ച് കുടുംബത്തിലടക്കം തർക്കങ്ങൾ ഉണ്ടാക്കാറുണ്ടായിരുന്നു, പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ടായിരുന്നു എന്ന ഒരു വിവരം മാത്രമാണ് റെയിൽവേ പോലീസ് അടക്കം ഇതുവരെ നടത്തിയ പരിശോധനയിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും കുട്ടിയുടെ ആരോഗ്യനില ഇപ്പോൾ ഇവിടെ തുടരുകയാണ്. ഈ സംഭവത്തിന് പിന്നാലെ ഉയർന്നു വന്ന വലിയൊരു ആക്ഷേപം ഈ സ്ത്രീകൾക്ക് നേരെ, യാത്രക്കാർക്ക് നേരെ വലിയ രീതിയിൽ ആക്രമണങ്ങൾ ട്രെയിനുകളിൽ ഉണ്ടാകുമ്പോഴും വേണ്ടത്ര സുരക്ഷാ ക്രമീകരണങ്ങൾ അല്ലെങ്കിൽ സുരക്ഷാ സംവിധാനങ്ങൾ ട്രെയിനുകളിലില്ല, പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഈ സംഭവത്തിന് പിന്നാലെ അത്തരമൊരു സുരക്ഷ ഉറപ്പാക്കാൻ അല്ലെങ്കിൽ പോലീസിൻ്റെ സാന്നിധ്യം ട്രെയിനുകൾ ഉറപ്പാക്കാനുള്ളൊരു നടപടി റെയിൽവേയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതല്ലേ? തീർച്ചയായിട്ടും. അതായത് സുരക്ഷാ പരിശോധനകൾ പ്രത്യേകിച്ച് എല്ലാ ട്രെയിനുകളിലും ഈ പരിശോധനകൾക്ക് വേണ്ടി ഉദ്യോഗസ്ഥരെ, വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെയും അതോടൊപ്പം തന്നെ RPF ഉദ്യോഗസ്ഥരെ അല്ലാതെയും ഒക്കെ വിന്യസിക്കാറുണ്ട്. പക്ഷേ പ്രായോഗികമായി നിലനിൽക്കുന്ന ഒരു തടസ്സം എല്ലാ കമ്പാർട്ട്മെൻറ്റുകളിലും, അതായത് ഓരോ ട്രെയിനുകളുടെയും മുഴുവൻ കമ്പാർട്ട്മെൻറ്റുകളിലും സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിന്യസിക്കുക എന്ന് പറയുന്നതിൽ ചില പ്രായോഗികമായ തടസ്സങ്ങളുണ്ട് എന്നാണ് RPF പറയുന്നത്. കാരണം ഉദ്യോഗസ്ഥരുടെ അംഗബലം അടക്കം അതിനൊരു വെല്ലുവിളിയാണ്. അതുകൊണ്ട് തന്നെ ഈ AC കോച്ചുകളിലും അതോടൊപ്പം തന്നെ സ്ലീപ്പർ കോച്ചുകളിലുമാണ് ഈ പരിശോധനയ്ക്ക് വേണ്ടി തുടർച്ചയായി ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം ഉണ്ടാകുന്നത്. മറിച്ച് ഈ ജനറൽ കമ്പാർട്ട്മെൻറ്റുകളിൽ ഈ ട്രെയിൻ സ്റ്റോപ്പുകളിൽ നിർത്തുന്ന സമയത്തടക്കം ഈ തിരക്കേറുന്ന സമയത്തും ഈ വാതിൽപ്പടികളിലൊക്കെ നിൽക്കുന്ന ആളുകളെ ഈ കർശനമായി അകത്തേക്ക് കയറ്റി വിടുന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം ഉണ്ടാകാറുള്ളൂ. അതിനപ്പുറത്തേക്ക് ഈ ജനറൽ കമ്പാർട്ട്മെൻറ്റുകളിൽ എപ്പോഴും സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ഒരു സാന്നിധ്യം പൂർണ്ണ സമയം ഉണ്ടാകാറില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്ന പശ്ചാത്തലത്തിൽ ജനറൽ കമ്പാർട്ട്മെൻറ്റുകളിലടക്കം പരിശോധന കൃത്യമായി നടത്തുകയും മദ്യപിച്ച് യാത്ര ചെയ്യുന്ന ആളുകൾ മറ്റ് യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് കൃത്യമായി മനസ്സിലാക്കി അവരെ ഈ ട്രെയിനിൽ കൃത്യമായി അവരെ ട്രെയിനിൽ നിന്ന് മാറ്റുന്ന അല്ലെങ്കിൽ തുടർ നടപടികളിലേക്ക് കടക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ കാര്യത്തിലൊക്കെ ഒരു വ്യക്തമായ തീരുമാനം കൂടിയാലോചനകൾക്ക് ശേഷം മാത്രമേ എടുക്കാൻ കഴിയുള്ളൂ. എന്തായാലും പരിശോധന കൂടുതൽ കർശനമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം ലേഡീസ് കോച്ചുകളിലടക്കം വിശദമായ പരിശോധനയും നിരീക്ഷണവും നടത്താനാണ് RPFന്റെ തീരുമാനം. വിവരങ്ങൾ നൽകിയത് ഡാൻ കുര്യനാണ്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നും 6.5 കോടിയോളം രൂപ വില വരുന്ന ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടി കസ്റ്റംസ്. ബാങ്കോക്കിൽ നിന്ന് കൊച്ചിയിലേക്ക് കടത്തുന്നതിടെയാണ് 6.5 കിലോയോളം വരുന്ന ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടിയത്. സംഭവത്തിൽ വയനാട് സ്വദേശി അബ്ദുൾ സമദിനെ കസ്റ്റംസ് അറസ്റ്റ് ചെയ്തു. വിവരങ്ങളുമായി നവമി ദിനേശ് ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. നവമി, ഈ ഹൈബ്രിഡ് കഞ്ചാവിന് വിപണിയിൽ 1 കിലോയ്ക്ക് 1 കോടിയോളം രൂപ വില വരും. ഇത് ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ നിന്നും വ്യാപകമായ രീതിയിൽ കേരളത്തിലേക്ക് ഹൈബ്രിഡ് കഞ്ചാവ് എത്തിക്കുന്നുണ്ട്. ഈ സംഘത്തിലെ, ഈ ലഹരി മാഫിയയിലെ പ്രധാന കണ്ണിയാണോ അബ്ദുൾ സമദ്? ഇതിന് മുൻപ് ഇയാൾ ഹൈബ്രിഡ് കഞ്ചാവ് വിദേശത്തു നിന്നും കേരളത്തിലേക്ക് കടത്തിയിട്ടുണ്ടോ? 6.4 കോടി രൂപ വിലമതിക്കുന്ന 6446 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവാണ് കസ്റ്റംസ് ഇന്ന് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് പിടിച്ചെടുത്തത്.
വയനാട് സ്വദേശിയാണ് ഇത് കൊണ്ടുവന്നത്. വയനാട് സ്വദേശിയായിട്ടുള്ള അബ്ദുൾ സമദ് ആണ് ഈ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് ഈ ഹൈബ്രിഡ് കഞ്ചാവ് എത്തിച്ചത്. ഈ വിയറ്റ് ജെറ്റ് എയർവേസിലായിരുന്നു ഇയാൾ ഇത് കൊണ്ടുവന്നത്. ബാങ്കോക്കിൽ നിന്നും വിയറ്റ്നാം വഴി കൊച്ചിയിലേക്ക് എത്തിക്കുകയായിരുന്നു. കസ്റ്റംസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് ഇയാളുടെ ബാഗിൽ നടത്തിയ പരിശോധനയിലാണ് ഈ ഹൈബ്രിഡ് കഞ്ചാവ് പിടിച്ചെടുത്തത്. എന്തായാലും ഈ അടുത്തിടയ്ക്ക് കൊച്ചി വിമാനത്താവളത്തിൽ പിടിച്ചെടുക്കുന്നതിൽ ഏറ്റവും വില കൂടിയ അല്ലെങ്കിൽ ഏറ്റവും വില വരുന്ന ഹൈബ്രിഡ് കഞ്ചാവാണ് ഇപ്പോൾ ഈ വയനാട് സ്വദേശിയായിട്ടുള്ള അബ്ദുളിന് പക്കൽ നിന്നും പോലീസ് കസ്റ്റംസ് കണ്ടെടുത്തത്. എന്തായാലും ഇയാളെ ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇതിനുശേഷം വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യുന്നതിനു വേണ്ടി കസ്റ്റഡിയിൽ ആവശ്യപ്പെടാനാണ് കസ്റ്റംസിന്റെ തീരുമാനം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇയാൾ ഇത് ആദ്യമായിട്ടാണോ ഇത്തരത്തിൽ ഹൈബ്രിഡ് കഞ്ചാവ് അല്ലെങ്കിൽ ഇത്രയ്ക്ക് മാരകമായിട്ടുള്ള ലഹരി കൊച്ചിയിലേക്ക് എത്തിക്കുന്നത് എന്നാണ് പോലീസ് പ്രധാനമായും അന്വേഷിക്കുന്നത്. മറ്റൊന്ന്, ഇത് ആർക്കു വേണ്ടിയാണ് ഇയാൾ കൊണ്ടുവന്നതെന്ന്, കൊച്ചിയിലേക്ക് എത്തിച്ചുവെങ്കിൽ ആരിലേക്ക് കൈമാറ്റം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് കൊച്ചിയിലേക്ക് എത്തിച്ചതെന്ന് കൂടി അന്വേഷിക്കുന്നുണ്ട്. അതിനൊക്കെ ഇയാളെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അതിനുവേണ്ടി കസ്റ്റഡിയിൽ ആവശ്യപ്പെടാൻ തന്നെയാണ് കസ്റ്റംസിന്റെയും തീരുമാനം. മുൻപും സമാനമായ രീതിയിൽ ഇയാൾ എത്തിച്ചിട്ടുണ്ടെന്നൊരു വിവരം കൂടി പിടിയിലായ സമദ് ഈ ലഹരിയുടെ ഇടപാടുകാരനാണോ, ഈ ലഹരി മാഫിയയിലെ കണ്ണിയാണോ, അതോ വെറും കാരിയർ മാത്രമാണോ? അത് പോലീസ് പുറത്തുവിടുന്നില്ല. കസ്റ്റംസ് ആ വിവരങ്ങളൊന്നും പുറത്തുവിടുന്നില്ല. എന്തായാലും ഇയാൾ ലഹരിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരാൾ ആണ് എന്ന് തന്നെയാണ് ലഭിക്കുന്ന വിവരവും. മുൻപും ഇത്തരത്തിലുള്ള ഹൈബ്രിഡ് കഞ്ചാവ് അല്ലെങ്കിൽ വില കൂടിയ ലഹരി വസ്തുക്കൾ കേരളത്തിലേക്ക് എത്തിക്കുന്ന ഒരാൾ തന്നെയാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്ന വയനാട് സ്വദേശി എന്നുള്ളൊരു വിവരം കൂടി ലഭിക്കുന്നുണ്ട്. കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ ഇയാളെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളിലേക്കാണ് ഇനി കസ്റ്റംസ് കടക്കുക. ഒപ്പം ഇയാൾ കേരളത്തിലേക്ക് ഈ ലഹരി എത്തിച്ചു കഴിഞ്ഞാൽ ആർക്കൊക്കെയാണ് ഇത് നൽകുന്നത്, ആരിലേക്കാണ് എത്തുന്നത്, പ്രധാനമായും കുട്ടികളെയും കോളേജ് വിദ്യാർത്ഥികളെയും ഒക്കെ കേന്ദ്രീകരിച്ച് തന്നെയാണ്, യുവാക്കളെയും ഒക്കെ കേന്ദ്രീകരിച്ച് തന്നെയാണ് ഈ ലഹരി വിൽപ്പന നടത്തുന്നതെന്നൊരു മൊഴി ഇയാൾ നൽകിയിട്ടുണ്ട്. പക്ഷേ ഇയാൾ ഇതൊക്കെ ഇവിടെ ആരിലേക്കാണ് എത്തിക്കുന്നത്, മറ്റാരെങ്കിലും ഒക്കെ ഇതിൽ പങ്കാളികളാണോ, ഇന്ന് ഈ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും കസ്റ്റംസ് ഇയാളെ ഇന്ന് രാവിലെയാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നും പിടികൂടിയത്. രഹസ്യവിവരം ഇത് ഇങ്ങനെ ഹൈബ്രിഡ് കഞ്ചാവുമായി എത്തുന്നുണ്ടെന്ന രഹസ്യവിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇയാൾ പിടിയിലാകുന്നതും ബാങ്കോക്ക് വഴിയാണ് ഇയാൾ ഈ ലഹരി എത്തിച്ചത് എന്നുകൂടി കസ്റ്റംസ് വ്യക്തമാക്കുന്നുണ്ട് കേട്ടോ. തീർച്ചയായും അതോടൊപ്പം അറിയേണ്ടത് ഇയാൾ ബാങ്കോക്കിലേക്ക് പോയതെന്നാണ്. സാധാരണ ഈ ടൂറിസ്റ്റ് വിസയിൽ നിരവധി ചെറുപ്പക്കാർ ബാങ്കോക്കിലേക്ക് പോകും, തായ്ലാൻഡിലേക്ക് പോകും. അതിനുശേഷം അവിടെ നിന്നും തിരികെ വരുന്നവരുടെ കയ്യിലാണ് ഈ ലഹരി കൊടുത്തുവിടുന്നത്. ഈ ലഹരി കടത്താൻ വേണ്ടി മാത്രം ബാങ്കോക്കിലേക്ക് പോയതാണോ സമദ്? അങ്ങനെ തന്നെയാണ് കസ്റ്റംസ് പറയുന്നത്. ഇയാൾ എന്ത് പോയ കൂടുതൽ വിവരങ്ങളൊക്കെ നമുക്ക് ലഭ്യമാകുന്നതേ ഉള്ളൂ. എന്തായാലും ഇയാളുടെ കയ്യിൽ ഹൈബ്രിഡ് കഞ്ചാവ് ഉണ്ടെന്ന് കണ്ടെത്തുകയും അതിനെ തുടർന്ന് കസ്റ്റംസ് നടത്തിയ പരിശോധനയിൽ ഇയാളെ പിടികൂടുകയുമായിരുന്നു. നിരവധി കാര്യങ്ങൾ ചോദ്യങ്ങൾ ഇപ്പോഴും ബാക്കിയാകുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇയാൾ മുൻപും ഇത്തരത്തിൽ ബാങ്കോക്കിലൂടെ അല്ലെങ്കിൽ വിയറ്റ്നാമിൽ നിന്നും ലഹരി കേരളത്തിലേക്ക് എത്തിച്ചിട്ടുണ്ടോ, ഇവിടെ ആർക്കൊക്കെയാണ് ഈ ലഹരി വിതരണം ചെയ്യുന്നത്, ഇയാൾ പ്രധാനപ്പെട്ട, നേരത്തെ ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇയാൾ ഒരു കാരിയർ മാത്രമാണോ അല്ലെങ്കിൽ ഈ ലഹരി എത്തിച്ച മുഖ്യ ഒരു കണ്ണി തന്നെയാണോ ഇയാൾ എന്നതിലൊക്കെ കൃത്യമായിട്ടുള്ള ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ നമുക്ക് കൂടുതൽ വ്യക്തത വരും. എന്നാലും ഇപ്പോൾ കസ്റ്റംസ് പറയുന്നത് പ്രകാരം ഇയാൾ ഇത്രയും വില കൂടിയ ഹൈബ്രിഡ് കഞ്ചാവാണെങ്കിൽ കോടികൾ വില വരുന്ന ഹൈബ്രിഡ് കഞ്ചാവാണ് കൊച്ചിയിലേക്ക് എത്തിച്ചത് എന്നത് മാത്രമാണ് കസ്റ്റംസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. വ്യക്തമാണ്. നവമി ദിനേശാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. കൊച്ചിയിലെ സ്വകാര്യ ബസ് മിന്നൽ പണിമുടക്കിനെ വെല്ലുവിളിച്ച് ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ. സ്വകാര്യ ബസ് പണിമുടക്കിയാൽ ആ റൂട്ടുകളിൽ KSRTC ബസ്സുകൾ സർവീസ് നടത്തും. പണിമുടക്കുന്ന സ്വകാര്യ ബസ്സുകളുടെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. ബസ് സർവീസ് അവശ്യ സർവീസാണെന്നും യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കാൻ അനുവദിക്കില്ലെന്നും മന്ത്രി പറഞ്ഞു. മിന്നൽ പണിമുടക്ക് നടത്തിയ എല്ലാ വണ്ടികളുടെയും ഫോട്ടോ എടുത്തിട്ടുണ്ട്. ആ വണ്ടികളുടെ റൂട്ട് എടുത്തിട്ടുണ്ട്. ഇന്ന് മുതൽ ആ റൂട്ടുകളിൽ KSRTC ബസ്സുകൾ ഓടും. ബസ് എത്തിയിട്ടുണ്ട്. ആർക്ക് വേണമെങ്കിലും സമരം ചെയ്യാം. 600ഓളം KSRTC ബസ്സുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. അതിനുള്ള ഡ്രൈവറെയും കണ്ടക്ടറെയും ഞങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. എല്ലാ സ്ഥലത്തും വണ്ടികൾ വന്നു തുടങ്ങിയിരിക്കുന്നു. സമരം വേണമെങ്കിൽ ഇന്നും തുടരാം,
നിങ്ങൾ സമരം ചെയ്തോളൂ. എത്ര ബസ് സമരം ചെയ്യുന്നോ അത്രയും KSRTC ബസ്സുകൾ കൊച്ചി നഗരത്തിലേക്ക് ഇന്നും നാളെ എത്തും. നിങ്ങൾക്ക് ഒരു ആശങ്കയില്ല. വണ്ടി വന്നു തുടങ്ങി. എത്ര വണ്ടി വന്നു എന്ന ലിസ്റ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഏതൊക്കെ റൂട്ടാണ് അവർ ഏറ്റെടുത്തെന്ന് കിട്ടിയിട്ടുണ്ട്. ഇന്നലെ സമരം ചെയ്തവരെ മുമ്പിൽ KSRTC ബസ് ഉണ്ടാകും. പിൻവലിക്കുന്ന പ്രശ്നം ഉദിക്കുന്നില്ല എന്ന് ഞാൻ ഇവിടെ വെച്ച് പറയാം. സമരം ചെയ്തു. ഇതൊരു എസെൻഷ്യൽ സർവീസാണ്. സാധാരണക്കാരായ ആളുകൾ ഈ കടകളിലുമൊക്കെ ജോലി ചെയ്യുന്ന സഹോദരിമാരും സുഹൃത്തുക്കളും ഒക്കെ ഒരു പണി കഴിഞ്ഞ് വീട്ടിൽ പോകാൻ നോക്കുമ്പോൾ വണ്ടിയില്ല. എല്ലാവരും മിന്നൽ പണിമുടക്കാണ്. ഇനി മിന്നൽ പണിമുടക്ക് കൊച്ചി നഗരത്തിൽ വേണ്ട. മിന്നൽ പണിമുടക്ക് ഇന്നലെ നടത്തിയ എല്ലാ വണ്ടിയുടെയും ലിസ്റ്റ് എടുത്തിട്ടുണ്ട്. RTO ഇന്നലെ തന്നെ അവരുടെ റൂട്ട് KSRTC കൈമാറി. KSRTC ഇന്നലെ തന്നെ റൂട്ട് തയ്യാറാക്കി. വണ്ടി രാത്രിക്ക് എത്തിയിട്ടുണ്ട്. ഇന്ന് മുതൽ ആ വണ്ടിയാണ് ഓടുന്നത്. ആ വണ്ടി തൽക്കാലം ഇവിടുന്ന് കൊണ്ടുപോകുന്നില്ല. എത്ര ദിവസം സമരം ചെയ്യുമെന്ന് ഞാനും ഒന്ന് നോക്കട്ടെ. ആ സമരം കഴിഞ്ഞിട്ട് ഞങ്ങൾ കൊണ്ടുപോകാം. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട്. ആജ്ഞ, പണിമുടക്കാൻ, സമരം ചെയ്യാൻ, പ്രതിഷേധിക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. പ്രത്യേകിച്ചും ഒരു ആവശ്യത്തിന് വേണ്ടി, ന്യായമായ ആവശ്യത്തിന് വേണ്ടി സ്വകാര്യ ബസ് ജീവനക്കാർ പണിമുടക്കാറുണ്ട്. പക്ഷെ ഇവിടെ മന്ത്രിയെ പ്രകോപിപ്പിച്ചത് മിന്നൽ പണിമുടക്കാണോ? ടോം, ഇന്നലെ അടിയന്തരമായി ഈ കാക്കനാടാണ് ഈ വെഹിക്കിൾ അടിയന്തരമായി പരിശോധന നടത്തി. അതായത് മുന്നറിയിപ്പ് ഒന്നുമില്ലാതെ വാഹന പരിശോധന നടത്തുന്നു എന്നുള്ളതാണ് ഇവരുടെ പരാതി. അങ്ങനെ മിന്നൽ പണിമുടക്ക് നടത്തുകയും അതുമായി ബന്ധപ്പെട്ട് വൈകുന്നേരം ഈ ബസ്സിനെ ആശ്രയിച്ച് യാത്ര ചെയ്യുന്ന ആളുകൾക്കൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്ത് ഇന്ന് മിന്നൽ പണിമുടക്ക് നടത്തുന്ന ആളുകൾക്കെതിരെ നടപടി ഉണ്ടാകും. അതുപോലെ തന്നെ KSRTCക്ക് ഇപ്പോൾ നിലവിൽ 600 ബസ്സുകൾ നിരത്തിലിറക്കാനുണ്ട്. അത്രയും ബസ്സുകൾ ഇറക്കിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ പണിമുടക്ക് ഇല്ലാത്ത സാഹചര്യത്തിലും ഇത് പിൻവലിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവില്ല, ബസ് പിൻവലിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവില്ല എന്നാണ് ഗതാഗത മന്ത്രി പറഞ്ഞത്. ആ ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്ത് തന്നെയാണ് ഇപ്പോൾ ഇന്ന് അദ്ദേഹം ആ ഒരു കാര്യത്തിൽ പ്രതികരിച്ചത്. അങ്ങനെയാണ്. പ്രത്യേകിച്ചും അത് മാത്രമല്ല, അതൊന്നും ഒരു മുന്നറിയിപ്പുമില്ലാതെ ഈ വാഹന പരിശോധന നടത്തുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നേരത്തെ ഒരു പരിശോധന നടത്തിയപ്പോൾ ബസ് ഡ്രൈവറുടെ കയ്യിൽ നിന്ന് കഞ്ചാവ് പിടികൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അത്തരം നടപടിക്രമങ്ങൾ ഇനിയും ഉണ്ടാകും. അതിന് പ്രതിഷേധമുള്ളവർക്ക് അത് ആകാം. അത് മാത്രമല്ല, ഈ കൊച്ചിയിലെ സ്വകാര്യ ബസ് മിന്നൽ പണിമുടക്ക് നടത്തിയ ഒരു സാഹചര്യത്തിൽ നിരവധി ആളുകളാണ്, അതായത് വീട്ടിൽ വൈകുന്നേരം ജോലി കഴിഞ്ഞു പോകേണ്ടുന്ന സ്ത്രീകളും ഉൾപ്പെടെ ബസ്സിനെ ആശ്രയിച്ച് ജീവിക്കുന്ന നിരവധി ആളുകളാണ് ബുദ്ധിമുട്ടിലായത്. അത്തരം ബുദ്ധിമുട്ടുകൾ ജനങ്ങൾക്കുണ്ടാക്കാൻ ഇനിയും അനുവദിക്കില്ല. അത് മാത്രമല്ല, ഈ സ്വകാര്യ ബസ് പണിമുടക്കുന്ന എല്ലാ റൂട്ടുകളിലും KSRTC ഓടിക്കും. KSRTC ഓടിച്ചാൽ അത് സർവീസ് നടത്തി തുടങ്ങിയാൽ പിന്നീട് അത് പിൻവലിക്കുന്ന പ്രശ്നവുമില്ല എന്നാണ് ഗതാഗത മന്ത്രി പറഞ്ഞത്. പണിമുടക്കുന്ന സ്വകാര്യ ബസ്സുകളുടെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. ബസ് സർവീസ് അവശ്യ സർവീസാണ്. അത് യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കാൻ നല്ല സന്ദേശം കൂടിയാണ് മന്ത്രി നൽകിയിരിക്കുന്നത്. കാരണം അന്യായമായ ആവശ്യമാണ് ഇവിടെ ഈ ബസ് ജീവനക്കാർ, ബസ് ഉടമകൾ ഉന്നയിക്കുന്നത്. അതായത് മുന്നറിയിപ്പ് നൽകി മുൻകൂട്ടി പറഞ്ഞുകൊണ്ട് പരിശോധന നടത്താമെന്ന്. പക്ഷെ ഇവിടെ നമുക്കറിയാം, കൊച്ചിയിലെ പൊതുനിരത്തിലൂടെ ഒന്ന് സഞ്ചരിച്ചു കഴിഞ്ഞാൽ അങ്ങേറ്റം ഗുണ്ടായിസം കാണിക്കുന്ന ഒരു വിഭാഗമാണ് കൊച്ചി നഗരത്തിലോടുന്ന പല ബസ് ജീവനക്കാരും. ഞാൻ അടച്ചാക്ഷേപിക്കുകയല്ല, പക്ഷെ പലപ്പോഴും നമുക്ക് കാണാം അമിത വേഗത്തിൽ ഓടുക, അപകടങ്ങൾ സൃഷ്ടിക്കുക. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബസ് ജീവനക്കാരുടെ കയ്യിൽ നിന്നും കഞ്ചാവും ലഹരി വസ്തുക്കളും കണ്ടെത്തുക. സ്വാഭാവികമായും ഇതിനെ പൂട്ടേണ്ടത്, ഇവർക്കെതിരെ നടപടി സ്വീകരിക്കാനുള്ള ഉത്തരവാദിത്തം മോട്ടോർ വാഹന വകുപ്പിനും പോലീസിനുമുണ്ട്. അവരാ പണി ചെയ്തു. പക്ഷെ അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് സ്വകാര്യ ബസ് ജീവനക്കാർ മിന്നൽ പണിമുടക്ക് നടത്തുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിൽ ദുരിതം നേരിട്ട നിരവധി യാത്രക്കാരുണ്ട്. മന്ത്രിയുടെ ഈ ഒരു നടപടി, അതായത് ഇത്ര ആർജവത്തോടു കൂടിയാണ് മന്ത്രി ഈ വിഷയത്തിൽ ഇടപെടുന്നത്. ശക്തമായ താക്കീത് തന്നെയല്ലേ ബസ് ഉടമകൾക്കും ജീവനക്കാർക്കും നൽകുന്നത്? തീർച്ചയായിട്ടും. കാരണം ഇതിലൊരു വ്യക്തത വരണമായിരുന്നു. കാരണം മത്സര ഓട്ടത്തിൽ അതിൽ കർശനമായ നടപടി എടുക്കുമെന്നും നേരത്തെ മുതലേ ഗതാഗത മന്ത്രി സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം ഇത് വീണ്ടും ഇന്ന് ഇക്കാര്യം ആവർത്തിച്ച് പറഞ്ഞ ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ചും ഇന്നലെ ഈ മിന്നൽ പണിമുടക്കിന്റെ സാഹചര്യത്തിൽ കാക്കനാട് ഭാഗത്താണ് ഇന്നലെ മിന്നൽ പണിമുടക്കുണ്ടായത്. അതും ഈ പറഞ്ഞതുപോലെ വാഹന പരിശോധന, അതായത് മുന്നറിയിപ്പില്ലാതെ തോന്നുന്ന സമയത്തൊക്കെ അധികൃതർ വാഹന പരിശോധന നടത്തുന്നു എന്നുള്ളതാണ് ഇവരുടെ പരാതി. പക്ഷേ അത്തരം സാഹചര്യങ്ങളൊക്കെ കണക്കിലെടുക്കുമ്പോഴും അതിന് പ്രധാനപ്പെട്ട കാരണം മന്ത്രി പറഞ്ഞതും ഇങ്ങനെയാണ്. അത് ശരിക്കും അതായത് ഇങ്ങനെ ഒരു കഞ്ചാവ് പിടികൂടുന്ന സാഹചര്യമുണ്ട് ഡ്രൈവറുടെ. അത് ഇൻഫർമേഷൻ കിട്ടിയ ശേഷമാണ്. എന്നിരുന്നാലും അത്തരം അവസ്ഥകളുണ്ട്. മദ്യപിച്ച് വാഹനം ഓടിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. അതല്ലെങ്കിൽ ലഹരി ഉപയോഗിച്ച് വാഹനം ഓടിക്കുന്ന സാഹചര്യം. ഇതൊക്കെ മുന്നറിയിപ്പ് നൽകി അല്ലെങ്കിൽ മുൻകൂർ നോട്ടീസ് നൽകിയിട്ടോ മുൻകൂർ അറിയിച്ചിട്ടോ പരിശോധന നടത്താൻ കഴിയില്ല.
അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവരവരുടെ പരിശോധന തുടരുക തന്നെ ചെയ്യും. അതിൽ പരാതിയുള്ളവർ അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. അതായത് ഈ ലഹരി ഉപയോഗിച്ച് ഡ്രൈവ് ചെയ്യുന്ന സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കുക എന്നുള്ളത് മാത്രമേ ബസ് ഉടമകളുടെ അല്ലെങ്കിൽ ബസ് ഓണേഴ്സിന്റെ ഭാഗത്തുനിന്നും ബസ് ജീവനക്കാരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകാനുള്ളൂ എന്നും മന്ത്രി സൂചിപ്പിക്കേണ്ടായി. മത്സരോട്ടം നടത്തുന്ന ബസ്സുകൾക്കെതിരെ കർശന നടപടിയുണ്ട്. അത് ജനങ്ങൾക്കും വീഡിയോ ചിത്രീകരിച്ചോ അതല്ലെങ്കിൽ ഫോട്ടോ എടുത്തോ അറിയിക്കാവുന്ന ഒരു ഗതാഗത മന്ത്രാലയത്തിനെ അറിയിക്കാം എന്നുകൂടി മന്ത്രി ഈ അവസരത്തിൽ സൂചിപ്പിക്കേണ്ടായാലും. എന്തായാലും ടോം പറഞ്ഞതുപോലെ വളരെ നല്ലൊരു സന്ദേശമാണ്. പ്രത്യേകിച്ചും ഈ സ്വകാര്യ ബസ്സിനെ ആശ്രയിച്ച് ജീവിക്കുന്ന അല്ലെങ്കിൽ ജോലിക്ക് പോകുന്ന നിരവധി യാത്രക്കാരുണ്ട്. അവരെയെല്ലാം ബുദ്ധിമുട്ടിലാക്കുന്ന ഒരു നീക്കമായിരുന്നു മിന്നൽ പണിമുടക്കിലൂടെ ഉണ്ടായത്. അത്തരം സാഹചര്യങ്ങൾ ഇനി ഉണ്ടായാൽ അത് നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ, മിന്നൽ പണിമുടക്ക് നടത്തിക്കോളൂ. പക്ഷെ അതിനുള്ള പരിഹാരം ഞങ്ങളുടെ കയ്യിലുണ്ട് എന്നാണ് ഗതാഗത മന്ത്രി പറഞ്ഞത്. അഥവാ ബസ് അത്തരത്തിൽ മിന്നൽ പണിമുടക്ക് നടത്തുന്ന സാഹചര്യങ്ങളിലെല്ലാം രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. കൊച്ചിയിലെ സ്വകാര്യ ബസ് മിന്നൽ പണിമുടക്കിനെ വെല്ലുവിളിച്ചത് കൃത്യമായ താക്കീത് നൽകിക്കൊണ്ടാണ് ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിന്റെ പ്രസ്താവന. അതായത് സ്വകാര്യ ബസ് പണം മുടക്കിയാൽ ആ റൂട്ടുകളിൽ KSRTC ബസ്സുകൾ സർവീസ് നടത്തുമെന്നാണ് മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. സ്പോട്ട് ലൈവ് പൂർണ്ണമാവും. നമസ്കാരം.